അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് മുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കണ്ടേ? നിങ്ങൾ റിവൈസ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു റിവിഷൻ വളരെയേറെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കുന്നു ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു എന്ന് വെറുതെ മനസ്സിനെ തോന്നിപ്പിച്ചാൽ പോരാ, നിങ്ങൾ പറ്റുന്ന സമയമൊക്കെ റിവൈസ് ചെയ്യണം. ഞാൻ പറഞ്ഞു ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ റിവിഷനായിട്ട് മാറ്റി വെക്കണം. ചിലപ്പോൾ മടി ഉണ്ടാവും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനാണ് മനസ്സിനൊരു ആഗ്രഹം ഉണ്ടാവുക, ആകാംക്ഷ ഉണ്ടാവുക, ഇനിയും കൂടുതൽ പഠിക്കണം, ഇനിയും കൂടുതൽ പഠിക്കണം, അങ്ങനെ കൂടുതൽ മാർക്ക് നേടണം. അത് വെറുതെയാണ്, നിങ്ങൾക്ക് മൈനസ് മാർക്കിന്റെ കൊട്ട കിട്ടും അവിടെ പോയാൽ. ഓക്കെ, അപ്പോൾ റിവിഷൻ അത്രയേറെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുക. ഒരു ദിവസം എന്തായാലും റിവിഷൻ ആയിട്ട് മാറ്റി വെച്ചോ. ഓക്കെ, നിങ്ങൾ കൂടുതൽ പഠിക്കണമെന്ന് ആരും പറയില്ല, നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവൈസ് ചെയ്യുക. റിവിഷന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ മനസ്സിലാവും. ഞാൻ പറഞ്ഞു ഇത് LGS എക്സാം ആണ്, നിങ്ങൾ എങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആക്കാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കും. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നതൊക്കെ കോഡിലൂടെയും കണക്ഷനിലൂടെയും അങ്ങനെ കൺഫ്യൂഷൻ ആവാത്ത രീതിയിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടും ഒക്കെ കറക്റ്റ് ആക്കിയിട്ടാണ് പഠിക്കുന്നത്. ഇനി കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അത് റിവൈസ് ചെയ്യണം. ചിലപ്പോൾ ഇവിടുന്ന് കറക്റ്റ് അല്ലെങ്കിൽ അത് നിങ്ങൾ പിന്നെ റിവൈസ് ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആക്കണം. റാങ്ക് നേടേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഇനി റാങ്ക് നേടാൻ വേണ്ടി ഇത് മാത്രം പഠിച്ചാൽ മതിയില്ലേ? അങ്ങനെ വിചാരിക്കേണ്ട. കാരണം ഇത് ഒരുപാട് ആൾക്കാർ കാണുന്ന വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ എത്രത്തോളം കാര്യങ്ങൾ അറിയുന്നോ, എത്രത്തോളം മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ സ്കോർ ചെയ്യാൻ പറ്റുന്നോ അതാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക. കൂടുതൽ മുന്നോട്ട് എത്തണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കാര്യങ്ങൾ അറിയണം. ഞാൻ അതിന് വേണ്ട മെത്തേഡുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് പറയുന്നത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ, ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ആക്റ്റീവ് ആയിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം, അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, വെറുതെ കയറി ഇരിക്കരുത്. ആക്റ്റീവ് ആയിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം, പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ എക്സ്ട്രാ എന്തൊക്കെ അതിലേക്ക് കൊടുക്കുന്നു അതിനനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുക. അല്ലാതെ നിങ്ങൾക്ക് റാങ്ക് തന്നെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഇരിക്കുമൊന്നുമില്ല. നിങ്ങൾ എക്സ്ട്രാ എന്തൊക്കെ കാര്യങ്ങൾ അതിനുവേണ്ടി എക്സ്ട്രാ എന്തൊക്കെ ചെയ്യുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ റാങ്ക് മേലോട്ട് പോകും. ഇത് മാത്രം പഠിച്ചാൽ നല്ലൊരു മാർക്ക് ഒരു പക്ഷേ കിട്ടിയേക്കാം. പക്ഷെ ഇത് മാത്രം പോരല്ലോ, കാരണം ഒരുപാട് ആൾക്കാർക്ക് ഒരേ റാങ്ക് കിട്ടിയാൽ ജോലി കിട്ടിക്കോണമെന്നില്ല. നിങ്ങൾ ഏറ്റവും മുമ്പിലേക്ക് തന്നെ എത്താൻ ശ്രമിക്കുക. അതിന് നിങ്ങളുടെ പ്രയത്നം ആവശ്യമാണ്. ആവശ്യക്കാർ നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ അതിനേക്ക് അനുസരിച്ച് പ്രയത്നിക്കുക. ഓക്കെ, നിങ്ങൾക്കാണ് ഇത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്രയേറെ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തൊക്കെയോ പ്രശ്നങ്ങളുടെ ഇടയിലായിരിക്കും ഈ പഠിക്കുന്നതും, ചിലപ്പോൾ പഠിക്കാൻ സമയം കിട്ടുന്ന പോലും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന അത്ര പ്രയത്നിക്കുക. നിങ്ങൾക്കാണ് ആവശ്യം. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപക്ഷെ ഭൂരിഭാഗം മുഴുവൻ പ്രശ്നങ്ങളും നിങ്ങളുടെ മാറിക്കിട്ടും. ഈ ജോലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും. അപ്പൊ നിങ്ങൾക്കാണ് ഇത് ആവശ്യം. പലരുടെ മുമ്പിൽ നിങ്ങൾക്ക് ഈ ജോലി വാങ്ങി കാട്ടിക്കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ ആവശ്യമാണ് നിങ്ങൾ അറിഞ്ഞ് നിങ്ങൾ തന്നെ അതിന് സമയം എടുത്ത് പഠിക്കുക. ഞാൻ പറഞ്ഞിരുന്നു മാത്സ് ദിവസവും 10-20 മിനിറ്റ് നിങ്ങൾ പഠിക്കണം. മാത്സ് ദിവസവും വർക്കൗട്ട് ചെയ്യണം. മാത്സ് ഇതിൽ ആർക്കും അറിയാത്ത പ്രശ്നമോ അല്ലെങ്കിൽ മാത്സ് കണ്ടു കഴിഞ്ഞാൽ പേടിയാവുന്ന പ്രശ്നമൊന്നുമല്ല. പേടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, മനസ്സിനെ പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. നിനക്ക് മാത്സ് പേടിയാണ്, നമ്മളാണ് നമ്മുടെ മനസ്സിനെ പേടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ മാത്സ് പേടിയാണ് നിങ്ങൾ വെറുതെ വിചാരിച്ച് വെച്ചിട്ട് കാര്യമില്ല. മാത്സ് വർക്കൗട്ട് ചെയ്താൽ കിട്ടാനുള്ളതേ ഉള്ളൂ. മാത്സ് വർക്കൗട്ട് ചെയ്യാനുള്ള മടിയാണ്, പേടിയല്ല. അത് ശരിക്കും മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾക്ക് ഒരിക്കലും മാത്സ് പഠിക്കാനുള്ള പേടിയല്ല, മാത്സ് വർക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള ഒരു മടിയാണ്. മാത്സ് പറ്റുന്ന അത്ര സമയം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പറ്റുന്ന അത്ര മാർക്ക് മാത്സിലും വാങ്ങുക. മാത്സിൽ നല്ലൊരു മാർക്ക് തന്നെ വാങ്ങിയാലുള്ളൂ നിങ്ങളുടെ റാങ്ക് അത്രയും മേലേക്ക് എത്തുക. LGS എക്സാം ആണ്, നല്ല മാർക്ക് നിങ്ങൾക്ക് വേണം. പക്ഷേ ഞാൻ പറഞ്ഞിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന്. അതിന് ഞാൻ പറഞ്ഞു, ഒന്നും കൂടി പറയുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. എക്സാം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അറിയുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ തെറ്റിച്ചു എന്നിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ മനസ്സ് അങ്ങനെയാണ്, ആവേശം കൂടും, ആകാംക്ഷ കൂടും എക്സാമിന് പോയി കഴിഞ്ഞാൽ. അപ്പൊ അറിയാത്ത എന്തിലൊക്കെ പോയി തൊടും. അങ്ങനെ തൊടാതിരിക്കാൻ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സാമിന് മുമ്പേ അതൊക്കെ അറിഞ്ഞു വെച്ച് പോയാൽ നിങ്ങൾക്ക് എക്സാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ എഴുതാൻ പറ്റും. നിങ്ങളുടെ ആവശ്യമാണ് അല്ലേ, നിങ്ങൾക്കല്ലേ ഈ റാങ്ക് വേണ്ടത്. അപ്പൊ നിങ്ങൾ അതിൽ കൂടുതൽ മണ്ടത്തരങ്ങളൊന്നും കാട്ടാതിരിക്കുക. നിങ്ങളുടെ സമയം ആവശ്യമില്ലാതെ കളയാതിരിക്കുക. അതിന്റെ മെയിൻ ആയിട്ടൊരു കാരണം നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് പഠിക്കലാണ്. കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന രീതി മാറ്റണം. കറണ്ട് അഫയേഴ്സ് ദിവസവും ഇരുന്ന് പഠിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോരുത്. ഇനി നിങ്ങൾക്ക് പറ്റുക സ്മാർട്ട് സ്റ്റഡി മാത്രമാണ്. സ്മാർട്ട് സ്റ്റഡിക്കുള്ള സമയമാണ് ഇനി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് ഒട്ടക്കണക്കിന് മാർക്ക് വാങ്ങാനുള്ള ഒരു സമയമല്ല. ഒട്ടക്കണക്കിന് മാർക്ക് നിങ്ങൾ വാങ്ങും, ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? സ്മാർട്ട് സ്റ്റഡി ചെയ്യണം. ഇനി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ സമയം കളയരുത് എന്നാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. സമയം എത്രത്തോളം കളയുന്ന അത്രത്തോളം നിങ്ങളുടെ മാർക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കിട്ടുന്ന സമയത്ത് ഭൂരിഭാഗം മാർക്ക് നിങ്ങൾ അടിച്ചെടുക്കാൻ നോക്കുക. അപ്പൊ അതിൻ്റെതായ രീതിയിൽ പഠിക്കുക. ഇനി നിങ്ങൾ ദിവസമുള്ള കറണ്ട് അഫയേഴ്സും അങ്ങനെ ആ രീതിയിൽ പഠിച്ചിട്ട് നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കരുത്. നിങ്ങൾ പറ്റുന്ന അത്ര സമയം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് കിട്ടാൻ പറ്റുന്ന ടോപ്പിക്കുകൾക്കും ചോദ്യം വരുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഭാഗങ്ങളിലും വേണ്ടി കേന്ദ്രീകരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ. നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം കൂടി പറയും. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എടുത്ത് തീർത്ത ശേഷം നമ്മൾ ഹോട്ട് ടോപ്പിക്സ് അവസാനത്തെ ഒരു ക്ലാസ് എടുക്കുമല്ലോ, അന്ന് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്ന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തരും. ആ രീതിയിൽ നിങ്ങൾ ലാസ്റ്റും കണ്ടിന്യൂ ചെയ്ത് പോയാൽ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം നിങ്ങൾ
നിങ്ങൾക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെയാണ് ആവശ്യം എന്നുള്ളതും നിങ്ങൾക്കാണ് പലരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കേണ്ടത് എന്നുള്ളതും പലരുടെയും പരിഹാസങ്ങൾ മാറ്റണം, അത് നിങ്ങളുടെ ആവശ്യമാണെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആർക്കോ വേണ്ടി പഠിക്കുകയല്ല. ഞാൻ ഇന്ന് ഇത്ര സമയം പഠിച്ചു, ഇത് ആരും നമുക്ക് ബോധിപ്പിക്കാനുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എത്ര കുറവ് സമയം വേണമെങ്കിലും പഠിച്ചോ, എത്ര കൂടുതൽ സമയം വേണമെങ്കിലും പഠിച്ചോ, പഠിക്കുന്ന സമയം അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അത്രയേറെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തക്കത്തിൽ പഠിക്കുക, ആ മോഡലിൽ പഠിക്കുക. വെറുതെ പഠിച്ചു എന്ന് ആരെയും ബോധിപ്പിക്കാനല്ല. ഞാൻ പഠിക്കാതിരിക്കുകയാണ്, ഇനി ഈ ഇത്ര ദിവസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആകെ കുറച്ച് ദിവസമുള്ള LGS എക്സാമിന്, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ എല്ലാ ദിവസവും പഠിക്കുന്നുണ്ട്, ഇത് ആരെയോ ബോധിപ്പിക്കാനുള്ള പോലെ വെറുതെ കുറേ സമയം ബുക്ക് വായിച്ച് ഇങ്ങനെ മറിച്ച് നോക്കി ഇരിക്കല്ല വേണ്ടത്. നിങ്ങൾ പഠിക്കുന്ന ഓരോ സമയത്തും നിങ്ങൾക്ക് അത്രയേറെ മാർക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ഫോളോ ചെയ്യണം. മെത്തേഡിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ഇനി വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, ആവേശം ഉണ്ടാവും, ആകാംക്ഷ ഉണ്ടാവും, കൂടുതൽ പഠിക്കണം, കൂടുതൽ മാർക്ക് വാങ്ങണം എന്നുള്ളത് ഉണ്ടാവും. ഓക്കെ, കൂടുതൽ പഠിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ആവശ്യമില്ലാതെ സമയം കളയുന്നത് അത്ര നല്ലതല്ല. ഓക്കെ, കിട്ടുന്ന സമയം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുക, അല്ലാതെ വെറുതെ പാഴാക്കി കളയരുത്. നമ്മൾ ഇത്ര സമയം പഠിച്ചിരുന്നു എന്ന് എക്സാമിന് പോയിട്ട് അവിടെ ആരോടും നമുക്ക് പറയാനല്ല. ഓക്കെ, നമ്മുടെ എക്സാമിന്റെ റിസൾട്ട് നമ്മളാണ് കാണാൻ പോകുന്നത്, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ എത്ര സമയം പഠിക്കുന്നു എന്നുള്ളതിൽ കാര്യമല്ല, പഠിക്കുന്ന സമയം യൂട്ടിലൈസ് ആവുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുക. ഞാനൊരു മെത്തേഡ് നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ആ രീതി തന്നെ ഫോളോ ചെയ്ത് പോവുക. ഓക്കെ, നിങ്ങൾക്കിത് കുറവാണെന്ന് തോന്നുന്നുണ്ടാവും. ഞാൻ പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ 10-20 ടോപ്പിക്കുകൾ തരിക, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ 10-200 കറണ്ട് അഫയേഴ്സ് വന്നിട്ട് ഇത് മുഴുവൻ നിങ്ങൾ ഇന്ന് പഠിക്കുക, അങ്ങനെ ഞാൻ ഒരിക്കലും നമ്മുടെ ഗ്രൂപ്പിൽ തരില്ല. ഒരു സെക്കൻഡോ ഒരു മിനിറ്റോ പോലും നിങ്ങളുടെ വെറുതെ കളയാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ ആ സമയം നിങ്ങൾ യൂട്ടിലൈസ് ആക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ തരൂ. ഓക്കെ, അതിനുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെ ഞാൻ തരൂ, അതിനുള്ള ഇൻസ്ട്രക്ഷൻസേ ഞാൻ പറഞ്ഞു തരൂ. അല്ലാതെ എക്സ്ട്രാ നിങ്ങൾ സമയം കളയാൻ ഒരു ഭാഗവും ഞാൻ പറഞ്ഞില്ല. നിങ്ങളോട് ഞാൻ പ്രത്യേകം വേറൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ കിട്ടുന്ന സമയം, വെറുതെ ഇരിക്കുന്ന സമയമാണെങ്കിൽ SCERT ചാപ്റ്റേഴ്സ് വായിക്കുക, അതൊരിക്കലും നിങ്ങളുടെ സമയം പോകില്ല. കൂടുതൽ ചോദ്യങ്ങളും SCERT ബേസ് ചെയ്ത് വരും. സയൻസിലൊക്കെ കൂടുതൽ SCERT ബേസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. SCERT ചാപ്റ്റേഴ്സ് വായിച്ചു നോക്കുക. അങ്ങനെ സമയം കണ്ടെത്തുക. ആവശ്യമുള്ള സമയങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കുക. വെറുതെ കളയരുത്, സമയം വെറുതെ കളയരുത്. നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലായില്ല, എക്സാം ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കത്തുള്ളൂ, ഞാൻ എൻ്റെ സമയം വെറുതെ കളഞ്ഞതായിരുന്നു, എന്തുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ ചെയ്തുകൂടാ. അത് എക്സാം കഴിഞ്ഞിട്ട് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. എക്സാം കഴിഞ്ഞിട്ട് രണ്ടാമത് എക്സാം എഴുതാൻ എക്സാം ഒന്നുമില്ല നമുക്ക്. ഓക്കെ, ഒറ്റ വട്ടം നമുക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, ഉറപ്പായിട്ടും തോന്നും. അപ്പൊ ആ സമയത്ത് അങ്ങനെ തോന്നാതിരിക്കാനാണ് ഇപ്പോൾ ഈ രീതിയിൽ നിങ്ങളോട് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറയുന്ന രീതിയിൽ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഓക്കെ, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി എക്സാമിന് ശ്രദ്ധിക്കേണ്ട ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയും. എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണം, ഏത് രീതിയിൽ പോയി തുടരുത്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് എന്തായാലും തെറ്റിക്കും. അത് മനുഷ്യന്മാർ അങ്ങനെയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ നമുക്ക് ആവേശം കൂടും, ആകാംക്ഷ കൂടും. അത്രയും നമ്മൾ സ്പീഡാക്കാൻ നോക്കും. വേഗം അറ്റൻഡ് ചെയ്ത് പോകണം. കുറേ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. വേഗം അറ്റൻഡ് ചെയ്യുക, അറിയാത്ത കാര്യങ്ങൾ വേഗം പോയി തൊട്ട് കഴിഞ്ഞാൽ കറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമുക്കൊരു ഓപ്ഷൻ അല്ല, രണ്ടാമത് കറുപ്പിക്കാൻ പറ്റില്ല, അത് മായ്ച്ചളയാനും പറ്റില്ല. പേന കൊണ്ടാണ് നമ്മൾ കറുപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 വട്ടം കറുപ്പിക്കാനും പറ്റില്ല, അതൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ കുറേ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാണ്ട്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സാവധാനം പഠിക്കുക, കാമായിരുന്നു പഠിക്കുക. ഓക്കെ, നല്ല ശാന്തമായിട്ട് ഇരുന്ന് പഠിക്കുക. വെറുതെ ടെൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ ടെൻഷൻ അടിച്ചതുകൊണ്ട് വേറെ ആർക്കും അല്ലാതെ എഫക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു യൂസ് ഒന്നും കിട്ടണമെന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? നിങ്ങൾക്ക് പഠിക്കുന്ന 200 ചോദ്യങ്ങൾ എക്സ്ട്രാ ഉള്ളിൽ കയറും ടെൻഷൻ അടിച്ചാൽ. ഇല്ല, പഠിക്കാനുള്ള സാധനങ്ങളും കൂടി മറന്നു പോകും, പഠിച്ച സാധനങ്ങൾ മറന്നു പോകും. പഠിക്കാൻ ഒരു കാര്യത്തിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് തലേ കയറാതാവും. ഇങ്ങനെ കുറേ ബാഡ് എഫക്റ്റ് ഉണ്ടാവും എന്നല്ലാതെ നിങ്ങൾക്കൊന്നും ഗുണമില്ല, വേറെ ആർക്കും അത് ഗുണമില്ല, വേറെ ആർക്കും ദോഷം ചെയ്യില്ല. വേറെ ആർക്കും അല്ലല്ലോ അതുകൊണ്ട് ദോഷം നിങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് ആദ്യം മനസ്സിലാക്കുക. ഈ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്തോ കിട്ടാനുള്ള പോലെയാണ് നമ്മൾ ടെൻഷൻ അടിക്കുക. ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല, ടെൻഷൻ അവിടെ അങ്ങോട്ട് പോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ടെൻഷൻ അടിച്ചിട്ട് ഒന്നും കിട്ടാല്ല, അപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? എന്തെങ്കിലും കാര്യം വേണ്ടേ? നിങ്ങൾക്ക് ഇത് നല്ല മാർക്ക് കിട്ടും. അതിന് നിങ്ങൾ വേണ്ട രീതിയിൽ തന്നെയാണ്, നല്ല മെത്തേഡിൽ തന്നെയാണ് ഇപ്പൊ ഫോളോ ചെയ്ത് പോകുന്നത്. നിങ്ങൾ ആദ്യം നിങ്ങളിൽ ഒരു വിശ്വാസം അർപ്പിക്കുക. നിങ്ങൾക്ക് ഇപ്പൊ വിശ്വാസം അല്ലാത്തത് നിങ്ങളെയാണ്, നിങ്ങൾക്ക് വേറെ ആരെയല്ല വിശ്വാസം അല്ലാത്തത്, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമല്ല. നിങ്ങൾ പഠിക്കൂല എന്നുള്ള എന്തൊക്കെയാണ്, നിങ്ങൾ പഠിച്ചത് ശരിയല്ല, നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലുണ്ട്. ഓരോ ഭാഗവും റിവൈസ് ചെയ്ത് നോക്കുന്നത്. എനിക്ക് കിട്ടുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കിത് എക്സാമിന് കിട്ടിക്കൂടാ? അപ്പോൾ എക്സാമിന് നിങ്ങൾ അത്രയും മേലോട്ട് എത്തി, നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കി കാര്യം ദൈവം നിശ്ചയിക്കട്ടെ. അപ്പൊ ആദ്യം നമ്മൾ എക്സാമിനുള്ള കാര്യങ്ങൾ നോക്കുക. വെറുതെ ടെൻഷൻ അടിച്ച് എക്സാം കഴിഞ്ഞിട്ട് പോലുമില്ല, കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം ടെൻഷൻ അടിച്ചോ,
അത് ആ സമയത്ത് അങ്ങനെയാണ്. എക്സാം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ടെൻഷൻ ആവും. പക്ഷെ വെറുതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഈ സമയത്ത് ടെൻഷൻ അടിച്ചതുകൊണ്ട് ഉറപ്പ് ഞാൻ പറയാം, കിട്ടുന്ന മാർക്ക് ഒരുപാട് പോയി കിട്ടും. നിങ്ങൾക്ക് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ തലയിൽ കയറാതാവും. നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പോലും നമുക്ക് പറ്റാതാവും. ഓക്കെ, അപ്പൊ വെറുതെ ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. നല്ല രീതിയിൽ തന്നെ സമയം യൂട്ടിലൈസ് ചെയ്യുക. ആവശ്യമില്ലാത്ത ടെൻഷൻ വെറുതെയാണ്. എന്തെങ്കിലും അതുകൊണ്ട് ഗുണം ലഭിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഒരു 10 മിനിറ്റ് ഇരുന്ന് ടെൻഷൻ അടിക്കുന്നിട്ട് പഠിച്ചാൽ മതി പറയും. നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഗുണമല്ല, വെറും ദോഷമാണ്. അപ്പൊ എന്തിനാ നിങ്ങൾ വെറുതെ നിങ്ങളുടെ ദോഷത്തിനായിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? അപ്പൊ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. ഞാൻ ഉറപ്പ് പറയാം, നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പഠിക്കുന്ന മെത്തേഡിൽ എന്തെങ്കിലും സംശയങ്ങൾ എന്നോടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വാട്സപ്പിൽ ഞാൻ പറ്റുന്ന അത്രയും റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് തെറ്റാണോ, അല്ലെങ്കിൽ ഈ രീതിയിൽ പോയാൽ പോലെ സാർ ചെയ്യുന്ന പലരും എന്നോട് കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ചോദിച്ചു. അവർക്ക് അത് പിന്നെ മനസ്സിലായി, പറഞ്ഞു കൊടുത്തപ്പോൾ അതെ സാറേ ഞാൻ എത്ര ദിവസം പഠിച്ചിരുന്നു, 1 മാസം മുമ്പ് ഞാൻ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ പഠിച്ചിരുന്നു, അവരത് എന്നോട് പറഞ്ഞതാണ്. എന്നിട്ടും എനിക്ക് ഒരു കാര്യം ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ അന്ന് പഠിച്ച ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല. ഞാൻ വെറുതെ എൻ്റെ സമയം പാഴാക്കി. ഇപ്പൊ സാറ് പറഞ്ഞു തന്നത് വളരെ ഉപകാരമായി. അത് നിങ്ങൾ ഇപ്പോഴാണ് കിട്ടിയത്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയാലും ചെയ്തു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും അല്ലെങ്കിൽ മാത്സിൽ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതൊന്നും എനിക്ക് അറിയില്ലല്ലോ എന്ന് ആലോചിച്ച് പിന്നെ നിങ്ങൾ ടെൻഷൻ ആവും. അപ്പൊ നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ വേണ്ടത്, അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് അറിയാൻ പറ്റും. നിങ്ങൾക്ക് അറിയാത്തൊരു ടോപ്പിക്കാണത്. ഈ ഭാഗം എനിക്ക് അറിയുന്നില്ല, അപ്പൊ ആ ഭാഗം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമില്ലേ. അപ്പൊ നിങ്ങൾ അതിൽ സന്തോഷിക്കാണ് വേണ്ടത്, അല്ലാതെ ടെൻഷൻ അടിക്കല്ല. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അത് അറിയാൻ പറ്റി. എക്സാമിന്റെ അന്ന് നിങ്ങളത് അറിഞ്ഞിട്ട് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ അയ്യോ ഈ ഭാഗം എനിക്ക് അറിയില്ലായിരുന്നല്ലോ, അന്നറിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എത്ര നേരത്തെ അറിയുന്നോ അത്രയും നല്ലതാണ്. നമ്മുടെ ലാസ്റ്റ് മെത്തേഡ് ആ രീതിയിലാണ്. ലാസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആ മെത്തേഡ് അതിന്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ടിട്ട് ഓളാക്കും. അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ശേഷം ആ മെത്തേഡിനുള്ള ഇൻഗ്രീഡിയൻസും ഞാൻ നിങ്ങൾക്ക് തരും. അതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ബാക്കി കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യും, നിങ്ങൾ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യും. ആ മെത്തേഡും കൂടി നിങ്ങൾ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഇതുവരെയുള്ള മെത്തേഡൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് പോണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. കോൺഫിഡൻസ് ഉണ്ടാവുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരിക, മാർക്ക് അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ ഉള്ളിലുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉള്ളിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഭാഗത്തു നിന്ന് മാത്രമല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. ഉദാഹരണത്തിന് ഒരു ചോദ്യം തന്നിട്ട് അതിന്റെ ഓപ്ഷനിൽ നമുക്ക് അറിയാത്തൊരു ഓപ്ഷൻ ആണെങ്കിൽ പോലും ബാക്കി 3 ഓപ്ഷൻസ് നമുക്ക് അറിയുന്നതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതും ഇതും തമ്മിലൊരു ബന്ധമല്ല എന്ന് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി തന്നെ പഠിക്കുക. വെറുതെ പഠിച്ചു എന്ന് ആരെയും ബോധിപ്പിക്കാൻ നമുക്കില്ല. അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കി പഠിക്കാം. കൂടുതൽ പഠിക്കണം എന്നല്ല, പഠിക്കുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആക്കിയാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ മെത്തേഡൊക്കെ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്തു പോകാൻ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ എവിടെയോ എത്തിക്കഴിഞ്ഞു, നല്ലൊരു സ്കോർ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. പിന്നെ നിങ്ങൾ മാർക്ക് കളയുന്നത് എങ്ങനെയെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. മണ്ടത്തരം കാട്ടിയിട്ടാണ്. ഒന്ന്, നിങ്ങളുടെ സമയം കളയുന്ന ഒരു മണ്ടത്തരം. അതിൽ പ്രധാനമായിട്ട് നമ്മുടെ സമയം കളയുന്ന ഒരു സാധനമാണ് കറണ്ട് അഫയേഴ്സ്. അതൊരു മണ്ടത്തരം. പിന്നെ എക്സാമിന് നമുക്ക് വരുന്ന വേവലാതി, ആവേശം എല്ലാം പാടെ കൂട്ടിച്ചേർത്തിട്ടൊരു മണ്ടത്തരം. അപ്പൊ ഇതൊന്നും ചെയ്യാതിരിക്കാൻ പറയുന്ന രീതിയിൽ സാവധാനത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുക. നല്ല മെത്തേഡിലൂടെ തന്നെയാണ് പോണത്. ആ വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളൊരു വിശ്വാസം ഉണ്ടാവണം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് നിങ്ങളെയാണ് ഇപ്പോൾ വിശ്വാസം അല്ലാത്ത, നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടാവണം. നിങ്ങൾ നല്ല രീതിയിലാണ് പോണതെന്നും ഞാൻ പഠിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ ഞാൻ പഠിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. കൂടുതൽ സമയം പഠിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസമല്ല. ഞാൻ പറഞ്ഞു, കൂടുതൽ സമയം നിങ്ങൾ ഇരുന്നിട്ട് എന്തെങ്കിലും വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഓർമ്മ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ പഠിക്കുന്ന രീതിയും പഠിക്കുന്ന സമയം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നല്ലൊരു മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അധികമൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് മെത്തേഡുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന പൊട്ടത്തരം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയും. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം കളയാതിരിക്കുക. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. ആ ഉള്ള സമയം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് മുമ്പ് എടുത്ത ചോദ്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? അയിരുകൾ പഠിച്ചു അല്ലെ? അലുമിനിയത്തിന്റെ അയിര് എന്താണ്? അലുമിനിയം ബോക്സ് എന്ന് ആലോചിക്കാൻ പറഞ്ഞിരുന്നു അല്ലെ? എന്താണ് അലുമിനിയം ബോക്സ്? അല്ലെങ്കിൽ AB എന്ന് ആലോചിക്കാൻ പറഞ്ഞിരുന്നു. അലുമിനിയം ബോക്സൈറ്റ്. അയൺ എന്താണ്? അയൺ ഹേമറ്റൈറ്റ് ആണ് അല്ലെ? HI, അയൺ ഹേമറ്റൈറ്റ്. പിന്നെ എന്താണ്? യുറേനിയം യു പോലെ അല്ലേ? യുറേനിയം യു വെച്ച് നമ്മൾ എന്ത് ചെയ്യും? പിച്ച് ബ്ലെൻഡ്. യുറേനിയം പിച്ച് ബ്ലെൻഡ്. സിങ്ക് ഏതാണ്? സിങ്ക് കലാമിനും സിങ്ക് ബ്ലെൻഡും. ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ എല്ലാ ഭാഗവും നോക്കുക. പിന്നെ മെർക്കുറി എന്താണ്? മെർക്കുറി ഒരു ചെറിയ ഗ്രഹമല്ലേ? ചെറിയതിന് നമ്മൾ എന്ത് പറയും? സിന്നത് എന്ന് പറയില്ലേ? ചെറിയതിന് നമ്മൾ എന്താ പറയാ? സിന്നത്. അപ്പോ സിന്നബാർ മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. അപ്പൊ സിന്നത് എന്ന് പഠിച്ചാൽ നമ്മൾ പെരിയതും പഠിക്കണ്ടേ? നമ്മൾ പെരിയതായിട്ട് എന്തോ പഠിച്ചില്ലേ? ഏറ്റവും വലിയ നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്നോ, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ
പെരിയാറാണ്. പെരിയതല്ലേ, അപ്പൊ പെരിയാറാണ് നമ്മുടെ ഏറ്റവും നീളം കൂടിയ നദി. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ ഏറ്റവും വലുതാണെങ്കിൽ പിന്നെന്താ ജലം വഹിക്കൂലേ, അപ്പൊ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാലും അത് പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാന്ന് ചോദിച്ചാലും അത് പെരിയാറാണ്. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചതും അതുപോലെ തന്നെ കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് വിശേഷിപ്പിച്ചതുമായ നദി ഏതാണ്? അത് പെരിയാറാണ് അല്ലെ. പെരിയാറിനെ എന്തൊക്കെയാണ് വിശേഷിപ്പിച്ചത്? പൂർണ്ണ എന്നും ചൂർണി എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ് പെരിയാർ. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പിന്നെന്താണ്? ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി ഏതാന്ന് ചോദിച്ചാലും അത് പെരിയാറാണ്. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അല്ലെ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഏതിലാണ്? പെരിയാറിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി പെരിയാറിലാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പിന്നെ ഭാരതപ്പുഴയെ പറ്റി പഠിച്ചില്ലേ? ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയല്ലേ. ഏറ്റവും വലിയ രണ്ടാമത്തെ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അതുപോലെ തന്നെ കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഇതൊക്കെ ഭാരതപ്പുഴയാണ്. നിള, പേരാൽ, പൊന്നാനിപ്പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ് അല്ലെ. നിളയുടെ തീരത്തല്ലേ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് നിളയുടെ തീരത്താണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ചെറുതുരുത്തിയാണ്. എവിടെയാണ്? ചെറുതുരുത്തിയാണ്. ആരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT ആണ് അല്ലെ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT. കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. അതുപോലെ തന്നെ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് തകഴിയാണ്. ഇവർക്കൊക്കെ എന്ത് ലഭിച്ചത് നമ്മൾ പഠിച്ചതാണ്? ജ്ഞാനപീഠം ലഭിച്ച വർഷങ്ങളും നമ്മൾ പഠിച്ചതാണ്. ആർക്കാണ് ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത്? ആദ്യം ജ്ഞാനപീഠം ലഭിച്ച മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് G ശങ്കരക്കുറുപ്പാണ് അല്ലെ. G ശങ്കരക്കുറുപ്പിന് ഏത് വർഷമാണ് ലഭിച്ചത്? 1965 G ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം ലഭിച്ചത്. രണ്ടാമത് ആർക്ക് ലഭിച്ചു? രണ്ടാമത് ആർക്കാണ് ലഭിച്ചത്? SK പൊറ്റക്കാടിനാണ്. 1980 SK പൊറ്റക്കാടിനാണ്. കണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എക്സാമിന് വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്തൊക്കെയോ പഠിച്ചുള്ളിലാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുക. നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. കോൺഫിഡൻസ് എന്ന് തകരുന്നോ അന്ന് നിങ്ങളുടെ എക്സാമും തകരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. ടെൻഷൻ നിങ്ങളെ തകർക്കും. ടെൻഷൻ നിങ്ങളെ ഇല്ലാതാക്കും. ഇതുവരെ പഠിച്ചതൊക്കെ നിങ്ങൾ ഇല്ലാതാക്കും. അപ്പൊ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പോവുക. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? 1980 ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാൽ SK പൊറ്റക്കാടിനാണ്. ഇനി നോവലിന് ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചാലും SK പൊറ്റക്കാടിനല്ലേ. ഇനി ആദ്യം ജ്ഞാനപീഠം ലഭിച്ച വനിത ആരാണ്? മലയാളി വനിത അല്ല. ആദ്യം ജ്ഞാനപീഠം ലഭിച്ച വനിത ആരാന്ന് ചോദിച്ചാലേ, ആദ്യം ജ്ഞാനപീഠം ലഭിക്കണം എന്ന് ആ വനിതക്ക് നല്ലൊരു ആശ ഉണ്ടായിരുന്നു അല്ലെ. ആശാ പൂർണാദേവിക്കാണ് ലഭിച്ചത്. പ്രഥം പ്രദശ്രുതി എന്ന കൃതിക്കാണ് ലഭിച്ചത്. ആർക്കാണ് ലഭിച്ചത്? ആശാ പൂർണാദേവി. 1984 ആർക്കാണ് ലഭിച്ചത്? തകഴിക്കാണ് അല്ലെ. 1984 തകഴി, 1995 MT, 2007 ONV, 2019 അക്കിത്തം. അക്കിത്തത്തിന് എപ്പോഴാണ് ലഭിച്ചത്? 2019. വെളിച്ചം ദുഃഖമാണുണ്ണീ തമസ്സല്ലോ സുഖപ്രദം. ഓക്കെ, സ്നേഹിക്കയില്ല ഞാൻ, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ സെന്റൻസ് മാറിപ്പോയി. നോവിക്കയില്ല ഞാൻ എന്ന് പറഞ്ഞു തോന്നുന്നു. ഓക്കെ, സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്നാണ് വയലാർ പറഞ്ഞത്. എന്താണ്? സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. നമുക്ക് വരികളും പഠിക്കാണ്ട്. വരികളും നമുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാട്ടോ. വരികളും നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ വരികളും നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ കൃതികളും രചയിതാക്കളും നമ്മൾക്ക് പഠിക്കാണ്ട്, അതും നമ്മൾ പഠിക്കുക. പിന്നെ നമ്മൾ നോബൽ സമ്മാനം പഠിച്ച ഓർമ്മ ഉണ്ടല്ലോ. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ നമ്മൾ ഒരിക്കലും മറക്കില്ല. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറിനാണ് ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ചത്. എല്ലാ ഭാഗവും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? അലുമിനിയത്തിന്റെ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, അലുമിനിയം ബോക്സൈറ്റ്, അയൺ ഹേമറ്റൈറ്റ്, സിങ്ക് സിംഗിബ്ലന്റ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു? യുറേനിയം പിച്ചുബ്ലന്റ്, അങ്ങനെ ഓരോന്ന്, മെർക്കുറി, സിന്നബാർ, ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണം. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അതുപോലെ ബോക്സ് ആക്കിയിട്ട് പഠിക്കേണ്ടത് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചല്ലോ. 1857 വിപ്ലവം ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെ നയിച്ചു എന്നുള്ളത് പഠിക്കണം. മിക്കവാറും ബോക്സ് ആയിട്ട് തന്നെ ചോദ്യം വരും. എങ്ങനെ? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദ്യം വരും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബന്ധമില്ലാത്തത് ഏത്? നല്ല ശരിയായ ജോഡി അല്ലാത്തത് ഏത്? ഓക്കെ, അങ്ങനത്തെ ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ആരാണ്? കാൺപൂരിൽ ആരാണ്? കാൺപൂർ നാനാ സാഹിബ്. ഡൽഹിയിൽ ആരാന്ന് ചോദിച്ചാൽ ഭക്ത് ഖാൻ. ഝാൻസിയിൽ ആരാണ്? ഝാൻസി റാണി എന്ന് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി. ഫൈസാബാദിൽ ആരാന്ന് ചോദിച്ചാൽ മൗലവി അഹമ്മദുള്ള. പിന്നെ ആരാണ്? മീററ്റിൽ ആരാണ്? മീററ്റിലാണ് നമ്മളെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. അപ്പൊ മീററ്റിൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. കഥം ടാറ്റ ബൈ ബൈ. അപ്പൊ ആരാണ്? കഥം സിംഗ് ആണ്. മീററ്റിൽ ആരാന്ന് ചോദിച്ചാൽ കഥം സിംഗ് ആണ് അല്ലെ. മീററ്റിൽ ആരാണ്? കഥം സിംഗ് ആണ്. അപ്പൊ എല്ലാ ഭാഗങ്ങളും ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആണ് കേട്ടോ, മറക്കരുത്. ഫൈസാബാദിൽ ആരാന്ന് ചോദിച്ചാൽ മൗലവി അഹമ്മദുള്ള. ഇനി ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിക്കൂല. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമമാണ് മണികർണിക
മണികർണിക അല്ലെ, റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ അത് മണികർണിക എന്നാണ് അല്ലെ. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. താന്തിയ തോപ്പിയുടെ രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നാണ് യഥാർത്ഥ നാമം. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താന്ന് ചോദിച്ചാൽ ദോണ്ടു പന്ത് എന്നാണ്. എന്താണ്? ദോണ്ടു പന്ത് എന്നാണ്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? 1857 വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് വി ഡി സവർക്കർ ആണ്. ആരാണ്? വി ഡി സവർക്കർ ആണ്. പിന്നെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? ശിപ്പായി ലഹള എന്ന് അറിയപ്പെടുന്നില്ലേ? ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്ന വിപ്ലവം ഏതാന്ന് ചോദിച്ചാൽ 1857 വിപ്ലവമാണ്. ഓക്കെ, ശിപ്പായി ലഹള, ചപ്പാത്തി വിപ്ലവം, 1857 വിപ്ലവം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇതൊക്കെ ഒന്നാണ് അല്ലെ. 1857 വിപ്ലവമാണ് ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഓക്കെ ആണല്ലോ, ആ ഭാഗവും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കലാപങ്ങൾ നമ്മൾ പഠിച്ചു. കലാപങ്ങൾ ഓർഡറിൽ ഒന്നും കൂടി പറഞ്ഞു വന്നാലോ? ആദ്യത്തെ കലാപം ഏതാണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ഏതാന്ന് ചോദിച്ചാൽ 1697 നടന്നത് ഏത് കലാപമാണ്? അത് അഞ്ചുതെങ്ങ് കലാപമാണ് അല്ലെ. 1697 അഞ്ചുതെങ്ങ് കലാപം. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആറ്റിങ്ങൽ കലാപമാണ് അല്ലെ. ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. ഓക്കെ, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരെന്താണ്? അത് ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാന്ന് ചോദിച്ചാൽ അത് ഗിഫോർഡ് ആണ്. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? പഴശ്ശി കലാപം പഠിച്ചില്ലേ? ഒന്നാം പഴശ്ശി കലാപം എപ്പോഴാന്ന് ചോദിച്ചാൽ 1793 മുതൽ 1797 വരെയും, രണ്ടാം പഴശ്ശി കലാപം എപ്പോഴാന്ന് ചോദിച്ചാൽ 1800 മുതൽ 1805 വരെയും ആണ്. ഓക്കെ, 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് തോമസ് ഹാർവേ ബാബർ അല്ലെ. തലയിലാണ് നമ്മുടെ മുടി വെട്ടുന്നത് ആരാണ്? ബാബർ ആണ്. അപ്പൊ തോമസ് ഹാർവേ ബാബർ, TH ബാബർ. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ, തലയിൽ മുടി, തലശ്ശേരി സബ് കളക്ടർ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? TH ബാബർ ആണ്. ഇനി രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരാണ്? അത് തലക്കൽ ചന്തു ആണ്. ആരാണ്? തലക്കൽ ചന്തു ആണ് രണ്ടാം പഴശ്ശി കലാപ സമയത്ത് പഴശ്ശിയെ സഹായിച്ച കുറിച്യരുടെ നേതാവ്. അതും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? എപ്പോഴാണ് കുണ്ടറ വിളംബരം നടന്നത്? 1809 കുണ്ടറ വിളംബരം നടന്നത്. കുണ്ടറ വിളംബരം നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് വേലുത്തമ്പി ദളവ. എപ്പോഴാണ് കുറിച്യ കലാപം നടന്നത്? അത് 1812 കുറിച്യ കലാപം നടന്നത് അല്ലെ. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്താണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ആരാണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ? അത് തോമസ് വാർഡൻ ആണ്. തോമസ് വാർഡൻ ആണ് നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അതും കിട്ടുന്നുണ്ടല്ലോ. 1812 കുറിച്യ കലാപം നടന്നത്. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1888 എന്തോ നമ്മൾ പഠിച്ചില്ല. എന്താണ്? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് എന്തോ നമ്മൾ പഠിച്ചു. 1888 എന്താണ്? 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ അല്ലെ. ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് അല്ലെ. അങ്ങനെ പറഞ്ഞതാരാണ്? അത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോ അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടന്ന വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1888. അരുവിപ്പുറം ശിവപ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ് അല്ലെ. ശങ്കരൻ കുഴി അല്ലെ. ശങ്കരൻ കുഴി വെച്ച് കണക്ട് ചെയ്ത ശങ്കരൻ വെച്ച് എന്തോ നമ്മൾ പഠിച്ചു. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജി ശങ്കരക്കുറുപ്പാണ് അല്ലെ. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് ജി ശങ്കരക്കുറുപ്പാണ്. അതും കിട്ടുന്നുണ്ടല്ലോ. പിന്നെ 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, അത് നമ്മൾ പഠിച്ചു. 1887 അരുവിപ്പുറം ക്ഷേത്രം പണികഴിപ്പിച്ചത്, അതും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 1893 വില്ലുവണ്ടി യാത്ര. ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്? അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 1893. 1891 എന്താണ്? അത് മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ഓക്കെ, തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. പിന്നെ ഇത് നമ്മൾ പഠിച്ചു. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ളയാണെങ്കിൽ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ദാദാഭായ് നവറോജിയാണ് അല്ലെ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ KP കേശവ മേനോൻ. ഓക്കെ, KP കേശവ മേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജി. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ള അല്ലേ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാന്ന് ചോദിച്ചാലും ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ് കേട്ടോ. മറക്കരുത്, ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. എപ്പോഴാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്? 1891. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്താണ്?
തിരുവിതാംകൂറുകാർക്ക് അല്ലെ, മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യമാണ് തിരുവിതാംകൂറുകാർക്ക്. ഓക്കെ, ഇനി ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പൽപ്പു ആണ് അല്ലെ. ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അപ്പൊ അതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? 1924 എന്താണ് നടന്നത്? ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം ഏതാന്ന് ചോദിച്ചാൽ അത് വൈക്കം സത്യാഗ്രഹമാണ്. എപ്പോഴാണ് നടന്നത്? 1924 വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ TK മാധവനാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മറക്കരുത് കേട്ടോ. മന്നത്ത് പത്മനാഭനല്ലേ ഭാരത കേസരി, കേരള, മദൻ മോഹൻ മാളവ്യ എന്നൊക്കെ അറിയപ്പെടുന്നത്? അത് മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ 1924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അത് കിട്ടുന്നുണ്ടല്ലോ. 1915 എന്തോ നടന്നില്ലേ? എന്താണ്? കല്ലുമാല സമരം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ കല്ലുമാല സമരം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1915. പിന്നെ നമ്മൾ ചുരങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് നമ്മൾ ചുരങ്ങൾ പഠിച്ചത്? ചുരങ്ങൾ ഏതൊക്കെയാണ്? ലിപുലേഖ് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ലിപ്പ് എന്തിനാണ്? ഉത്തരം പറയാനല്ലേ. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപുലേഖ് ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഹിമത്തിൽ ഇടിച്ചിട്ട് എന്തോ തകർന്നു. എന്താണ്? കപ്പൽ എന്ന് പറയും ഷിപ്പ്. ഷിപ്കില ചുരം ഹിമാചൽ പ്രദേശ് ടിബറ്റ്. സോജില ചുരം ശ്രീനഗർ കാർഗിൽ. നാഥുല ചുരം ഏതാണ്? സിക്കിം ടിബറ്റ്. ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. എല്ലാ ഭാഗവും ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ നാഷണൽ വാട്ടർവേ പഠിച്ചു. NW1 ഏതാണ്? അലഹബാദ് ഹാൽദിയ. NW2 സാദിയ ദുബ്രി. NW3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. NW3 കൊല്ലം കോഴിക്കോടാണ്. കൊല്ലം കോട്ടപ്പുറം അല്ല, കൊല്ലം കോഴിക്കോടാണെന്ന് ഞാൻ അത്രയും വട്ടം പറഞ്ഞു തന്നിട്ടും പിന്നെയും വന്ന് കമന്റ് ഇടും കൊല്ലം കോട്ടപ്പുറം ആയിരുന്നു. അത് ഞാൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. മുമ്പ് അത് കൊല്ലം കോട്ടപ്പുറം ആയിരുന്നു, ഇപ്പൊ അത് കൊല്ലം കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എന്താണ്? PSC പുതുക്കിയ ആൻസർ കീയിൽ എന്തായാലും കൊല്ലം കോഴിക്കോടാണ്. അപ്പൊ ഇനി ഉത്തരം തെറ്റിക്കരുത്, കൊല്ലം കോഴിക്കോടാണ്. NW3 മാറിപ്പോവില്ലല്ലോ. NW3 കൊല്ലം കോഴിക്കോട്. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എല്ലാ ഭാഗവും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. കിട്ടാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് വായിച്ച് റിവൈസ് ചെയ്യുക. എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം എപ്പോഴും അടുത്ത ഭാഗത്തിലേക്ക് കടക്കുക. കൂടുതൽ പഠിക്കാന്നല്ല, പഠിച്ച ഭാഗം കൂടുതൽ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തത്വം. ആ രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു പോകട്ടെ. അപ്പൊ ഓരോ ഭാഗം പഠിക്കുമ്പോഴും അത് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം അടുത്ത ഭാഗത്തിലേക്ക് കടക്കുക. അത് പെർഫെക്റ്റ് അല്ലെങ്കിൽ അടുത്ത ഭാഗത്തിലേക്ക് പോകണ്ട, അത് പെർഫെക്റ്റ് ആക്കിയിട്ട് പോയാൽ മതി. അപ്പൊ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ റിവിഷൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. അത് നിങ്ങൾക്ക് എക്സാമിന് മനസ്സിലാവും എന്തിനായിരുന്നു നിങ്ങൾ അത്രയും റിവിഷൻ ചെയ്തതെന്ന് എക്സാമിന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ റിവിഷൻ ചെയ്ത് തന്നെ പോവുക. അധിക ദിവസങ്ങളില്ല. ഇനി റിവിഷൻ ചെയ്യുന്നത് കൂട്ടുക. ആഴ്ചയിൽ ഒരു ദിവസം റിവിഷൻ ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ലാസ്റ്റത്തെ ഒരു മെത്തേഡ് പറഞ്ഞിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. ആ മെത്തേഡിലും കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ. ഇന്ന് നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ നോക്കാം. ഓക്കെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാ? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ എന്ത് പഠിച്ചു? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ മാറിപ്പോരുത്, അത് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് M വിശ്വേശ്വരയ്യ. അദ്ദേഹമല്ലേ എഞ്ചിനീയറിംഗിന്റെ പിതാവ്. അപ്പൊ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാന്ന് വെച്ചാലും M വിശ്വേശ്വരയ്യൻ കേട്ടോ, അത് മാറിപ്പോയത്. പിന്നെ അതുപോലെ തന്നെ പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് M വിശ്വേശ്വരയ്യാണ്. പക്ഷേ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇപ്പൊ എന്തൊക്കെ നമ്മൾ മാറ്റി പഠിച്ചു? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. പിന്നെ എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികനെ നമ്മൾ പഠിച്ചു, അതും ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും അത് ദാദാഭായ് നവറോജി. അദ്ദേഹത്തിനെ പറ്റി കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാല്ലേ. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ട് തന്നെ നമുക്കൊരു പോർഷൻ പഠിക്കാണ്ട് കേട്ടോ, അത് നമുക്ക് പഠിക്കാം. വരും ക്ലാസ്സിൽ നമുക്ക് അത് ഉൾപ്പെടുത്താം കേട്ടോ. അദ്ദേഹത്തിനെ പറ്റി പഠിക്കാണ്ട്, ബാലഗംഗാധര തിലകനെ പറ്റി പഠിക്കാണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയതൊക്കെ അതുപോലെ തന്നെ നമുക്ക് തീർത്തു. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാന്ന് ചോദിച്ചാൽ അത് ദാദാഭായ് നവറോജിയാണ്. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാന്ന് ചോദിച്ചാലും, അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ഒക്കെ ദാദാഭായ് നവറോജിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് M വിശ്വേശ്വരയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും M വിശ്വേശ്വരയ്യാണ്. അത് രണ്ടും മാറിപ്പോരുത്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം വേറെ, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രം വേറെ. ആസൂത്രണത്തിന്റെ പിതാവ് വിശ്വമായിട്ട് നിരീക്ഷിക്കാണ്, ആസൂത്രണം ചെയ്യണം, വിശ്വമായിട്ട് ആസൂത്രണം ചെയ്യണം. അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? M വിശ്വേശ്വരയ്യ. അപ്പൊ വിശ്വമായിട്ട് അയാൾ ആസൂത്രണം ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? M വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്.
1944 ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? അത് SN അഗർവാൾ ആണ്. SN അഗർവാൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോ. ആരാണ് ഗാന്ധിയൻ പ്ലാൻ ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ SN അഗർവാൾ ആണ്. ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാലും SN അഗർവാൾ ആണ് കേട്ടോ. SN അഗർവാൾ ആണ്, മാറിപ്പോരുതേ. ഇനി ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി. ബോംബെ പ്ലാൻ ആരുടെയാണ്? ജോൺ മത്തായിയുടെ ആണ് കേട്ടോ. ബോംബെ പ്ലാൻ ജോൺ മത്തായി. ബോംബെ പ്ലാൻ ജോൺ മത്തായി. ബോംബെ പ്ലാൻ ജോൺ മത്തായി. ഓക്കെ. ഇനി പീപ്പിൾ പ്ലാൻ ജനകീയ പദ്ധതി MN റോയ് ആണ്. ഈ MN റോയ് എന്നുള്ള പേര് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ട വ്യക്തിയാണ് MN റോയ്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ ആരാണ്? ഗാന്ധിയൻ ആസൂത്രണത്തിന്റെ SN അഗർവാൾ അല്ലേ? SN അഗർവാൾ ആണ്. പിന്നെ ബോംബെ പദ്ധതി ഗാന്ധിയൻ ആസൂത്രണം മാറിപ്പോയി അത് SN അഗർവാൾ. അപ്പൊ നമ്മൾ ഗാന്ധി അഗർവാൾ എന്ന് എന്തെങ്കിലും ഒരു പേരാക്കി പഠിച്ചാൽ മതി, അപ്പൊ മാറിപ്പോയില്ല. ഗാന്ധി അഗർവാൾ എന്ന് എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഗാന്ധി അഗർവാൾ. അപ്പൊ ഗാന്ധിയൻ ആസൂത്രണം SN അഗർവാൾ ആണ്. ബോംബെ പ്ലാൻ ജോൺ മത്തായി ആണ്. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? പീപ്പിൾ പ്ലാൻ ജനകീയ പദ്ധതി അത് MN റോയ് ആണ് കേട്ടോ. MN റോയ്. റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് ജനകീയ പദ്ധതിയാണ്. പീപ്പിൾ പ്ലാൻ ആണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? റാഡിക്കൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ റാഡിക്കൽ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് പീപ്പിൾ പ്ലാൻ ആണ്, അഥവാ ജനകീയ പദ്ധതിയാണ്. ജനകീയ പദ്ധതി ആവിഷ്കരിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് MN റോയ് ആണ്. ആരാണ് ജനകീയ പദ്ധതി? MN റോയ്. അതുപോലെ തന്നെ ബോംബെ പ്ലാൻ. ബോംബെ പ്ലാൻ ആരാണ്? അത് ജോൺ മത്തായി. ബോംബെ പ്ലാൻ ജോൺ മത്തായി. ജനകീയ പദ്ധതി MN റോയ്. ഗാന്ധിയൻ ആശയം ഗാന്ധിയൻ ആസൂത്രണം ആരാണ്? SN അഗർവാൾ. ഗാന്ധി അഗർവാൾ. അങ്ങനെ പഠിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഗാന്ധി അഗർവാൾ 1944 കേട്ടോ. 1944 ഗാന്ധി പ്ലാൻ. ഇനി ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവാണ് ജവഹർലാൽ നെഹ്റു. നമ്മൾ വേറൊരു കാര്യം പഠിച്ചു. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് M വിശ്വേശ്വരയ്യാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളുടെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാന്ന് ചോദിച്ചാൽ റഷ്യ. ഏതാണ്? റഷ്യയിൽ നിന്നാണ്. ഓക്കെ. അതെ, പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് ഗുൽസാരിലാൽ നന്ദ. ഓക്കെ. ഇനി ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും ജവഹർലാൽ നെഹ്റു ആണ്. ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും ഗുൽസാരിലാൽ നന്ദയാണ്. ആസൂത്രണ കമ്മീഷനല്ലേ ഇതിനുള്ള അനുമതി നൽകുന്നത്? ഓക്കെ. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആസൂത്രണ കമ്മീഷനാണ്. എപ്പോഴാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകൃതമായത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആസൂത്രണ കമ്മീഷനാണ് പിന്നീട് നമ്മുടെ നീതി ആയോഗായിട്ട് മാറിയത്. ഓക്കെ. ഇനി ആസൂത്രണ കമ്മിറ്റി വേണ്ടൊരു സാധനമുണ്ട്, ഞാൻ ഓർഡറിൽ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ, പേടിക്കണ്ട. ആദ്യം ആസൂത്രണ കമ്മിറ്റി. എന്തിനാണ് ആസൂത്രണ കമ്മിറ്റി? ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ആസൂത്രണ കമ്മിറ്റി. ആസൂത്രണ കമ്മിറ്റി രൂപീകരിച്ചത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1938 ഓക്കെ. 1938 ആദ്യം ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ച് ആസൂത്രണ കമ്മിറ്റിയല്ലേ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുക. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ വർഷം അത് കഴിഞ്ഞിട്ടല്ലേ വരിക? 1950 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത്. ഓക്കെ. അതാണ് പിന്നീടായിട്ട് നമ്മുടെ എന്തായിട്ട് മാറിയത്? നീതി ആയോഗായിട്ട് മാറിയത്. എപ്പോഴാണ് നീതി ആയോഗ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1 ഓക്കെ. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദി. ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് അരവിന്ദ് പനഗരിയ. ഓക്കെ. ഇനി വേറെ ചോദ്യം അവിടുന്ന് വരാനുള്ളത്, ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ്. അത് ആരാവും? നരേന്ദ്രമോദിയാണ്. ഓക്കെ. ആസൂത്രണ കമ്മീഷന്റെ അവസാന അധ്യക്ഷനാണ്. പിന്നീട് നീതി ആയോഗ് ആക്കിയിട്ട് അത് മാറ്റിയപ്പോ 2015 അതിനെ നീതി ആയോഗായിട്ട് മാറ്റിയപ്പോൾ അവിടെയും ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. അത് നമുക്ക് എങ്ങനെ പഠിച്ചു വെക്കാം? എപ്പോഴും നീതി ആയോഗിന്റെയും അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷന്റെ ഒക്കെ അധ്യക്ഷൻ ആരാവും? ആരാണ്? പ്രധാനമന്ത്രിയാവും അധ്യക്ഷൻ. അപ്പൊ ആ സമയത്ത് പ്രധാനമന്ത്രി ആരാന്ന് ആലോചിച്ചാൽ പോരെ. അപ്പൊ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദി. അതുപോലെ തന്നെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ഇനി നീതി ആയോഗിന്റെ ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും നരേന്ദ്രമോദി. ഇപ്പൊ ക്ലിയർ അല്ലേ?
ആദ്യം ആസൂത്രണ കമ്മിറ്റി 1938 ആസൂത്രണ കമ്മിറ്റി. 1950 മാർച്ച് 15 എന്ത് ആസൂത്രണ കമ്മീഷൻ. പിന്നീട് അത് എന്തായിട്ട് മാറി 2015 അത് നീതി ആയോഗ് ആയിട്ട് മാറി. ഓക്കെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, അതല്ലേ അതിന്റെ ഫുൾ ഫോം ചോദിക്കും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, അതാണ് അതിന്റെ ഫുൾ ഫോം. നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1. ഓക്കെ, പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു. ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദ. ആരാണ്? ഗുൽസാരിലാൽ നന്ദയാണ് ഉപാധ്യക്ഷൻ. അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഞാൻ പറഞ്ഞു അധ്യക്ഷൻ പ്രധാനമന്ത്രിയാവും. ഓക്കെ, കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെച്ചോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാന്ന് ചോദിച്ചാൽ അത് കൃഷിക്കാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ട് കാലത്തൊക്കെ എന്താണ് ഇവിടെ അധികം ഉണ്ടായിരുന്നത്? കൃഷിയാണ്. അപ്പൊ കൃഷിക്ക് ആദ്യം ഊന്നൽ നൽകണം. അത് കഴിഞ്ഞ് നമ്മൾ എന്തിന് ഊന്നൽ നൽകണം? ഈ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് അത് വ്യവസായം ചെയ്യണം. അപ്പൊ രണ്ടാമത് നമ്മൾ വ്യവസായത്തിന് ഊന്നൽ നൽകണം. ആ രണ്ടെണ്ണം പഠിച്ചേ. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാന്ന് ചോദിച്ചാൽ അത് കൃഷിക്കും, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാന്ന് ചോദിച്ചാൽ അത് വ്യവസായത്തിനും. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകിയത്. ചോദ്യം എങ്ങനെയൊക്കെ വരും? ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ഊന്നൽ നൽകിയത്? അത് കൃഷിക്കല്ലേ. ഈ തിരിച്ചു ചോദിച്ചാലോ, കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി അല്ലേ? അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ മലയാളി അതാരാണ്? KN രാജാണ്. ആരാണ്? KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് KN രാജാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഹരോൾഡ് ഡോമർ മോഡൽ. എന്താണ്? ഹരോൾഡ് ഡോമർ മോഡൽ. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മോഡൽ. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക, രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക. ഓക്കെ, ഓരോന്നിനും ഓരോ മാതൃക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം നമുക്ക് പഠിച്ചു പോവാട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മോഡൽ. എന്തിനാണ് ഊന്നൽ നൽകിയത്? ഹരോൾഡ് ഡോമർ മോഡൽ എന്നാണ്, ഹരോൾഡ് ഡോമർ മാതൃക എന്നാണ് അറിയപ്പെടുന്നത്. എന്തിന് ഊന്നൽ നൽകിയെന്ന് ചോദിച്ചാൽ അത് കൃഷിക്കാണ്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് ഊന്നൽ നൽകിയതെന്ന് ചോദിച്ചാൽ അത് എന്തിനാണ്? വ്യവസായം. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപം തയ്യാറാക്കിയ മലയാളി ആരാണ്? അത് KN രാജാണ്. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്തെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, പെർഫെക്റ്റ്. ഹരോൾഡ് ഡോമർ മാതൃക. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇത് ചോദ്യം വരും, പ്രതീക്ഷിച്ചിരുന്നോ? എന്താണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്ന് പറഞ്ഞതാരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു. ഏത് സമയത്താണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. അങ്ങനെ പറഞ്ഞതാരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ബക്രാനങ്കൽ അണക്കെട്ട് ഉദ്ഘാടന വേളയിലാണ് അങ്ങനെ പറഞ്ഞത്. അത് മനസ്സിലാക്കി വെച്ചല്ലോ. പെർഫെക്റ്റ് അല്ലേ? വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാ? നമ്മൾ പഠിച്ചു രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അല്ലെ. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി കൃഷിക്കും, രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായത്തിനുമാണ് ഊന്നൽ നൽകിയത്. മാറിപ്പോലല്ലോ. ഒന്നാം പഞ്ചവത്സര ആദ്യം നമ്മൾ കൃഷി ചെയ്യണം. ഓക്കെ, ആദ്യം കൃഷി. പണ്ട് കാലത്ത് നമ്മുടെ കൃഷിയാണ് മെയിൻ വരുമാനം. അപ്പൊ ആദ്യം നമ്മൾ കൃഷി ചെയ്യുന്നു, പിന്നീട് നമ്മൾ അത് വ്യവസായം ചെയ്യുന്നു. ആ ഓർഡറിൽ പഠിച്ചാൽ പോരെ. ആദ്യം കൃഷി, രണ്ടാമത് വ്യവസായം. ഓക്കെ, മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നു. അത് നമ്മൾ പഠിച്ചല്ലേ. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി അല്ലെങ്കിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്? ഏതാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ആരാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്? അത് നോർമൻ ബോർലോങ്. ആരാണ്? നോർമൻ ബോർലോങ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥൻ. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, പെർഫെക്റ്റ് അല്ലേ? ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ലോകം. ഓക്കെ, പഞ്ചവത്സര പദ്ധതിയുടെ മാത്രം ചോദിക്കുകയാണെങ്കിൽ പിതാവ് ആരാണ്? നോർമൻ ബോർലോങ് ആണ്. ഇനി ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് MS സ്വാമിനാഥൻ ആണ് കേട്ടോ. ആരാണ്? MS സ്വാമിനാഥൻ. ഓക്കെ, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച
ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗാഡ്ഗിൽ മോഡൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ. ഓക്കെ, ഹരോൾഡ് ഡോമർ മാതൃകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മാതൃക. അപ്പൊ ഒന്ന് ഏതാണ്? ഒന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് ഏതാണ്? നിങ്ങൾ പറയും ഒന്ന് ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക. രണ്ടാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ, ഗാഡ്ഗിൽ മാതൃക. ഓക്കെ, ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്തല്ലേ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്? അപ്പൊ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്. ഓക്കെ, അത് മാറിപ്പോയത്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ നോർമൻ ബോർലോഗ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ MS സ്വാമിനാഥൻ. ഓക്കെ, ഇനി MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നാണ്? MS സ്വാമിനാഥൻ ഈ അടുത്താണ് മരണപ്പെട്ടത്. എന്നാണ് MS സ്വാമിനാഥൻ മരണപ്പെട്ടത്? 2023 സെപ്റ്റംബർ 28-നാണ് കേട്ടോ MS സ്വാമിനാഥൻ മരണപ്പെട്ടത്. അതും കൂടി ഒന്ന് പഠിച്ചു വെച്ചോ, മിക്കവാറും ചോദ്യം വരും. എപ്പോഴാണ് MS സ്വാമിനാഥൻ മരണപ്പെട്ടതെന്ന് ചോദിച്ചാൽ 2023 സെപ്റ്റംബർ 28-നാണ്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഗാഡ്ഗിൽ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് വ്യവസായം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാന്ന് ചോദിച്ചാൽ അത് കൃഷി. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരാണ് എന്താണ്? ഹരോൾഡ് ഡോമർ മാതൃക. ഹരോൾഡ് ഡോമർ, മഹലനോബിസ്, ഗാഡ്ഗിൽ. ഹരോൾഡ് ഡോമർ, മഹലനോബിസ്, ഗാഡ്ഗിൽ. ഹരോൾഡ് ഡോമർ, മഹലനോബിസ്, ഗാഡ്ഗിൽ. ഹരോൾഡ് ഡോമർ, മഹലനോബിസ്, ഗാഡ്ഗിൽ. 1 ഹരോൾഡ് ഡോമർ, 2 മഹലനോബിസ്, 3 ഗാഡ്ഗിൽ. അങ്ങനെ 3 മോഡലുകളും നമ്മൾ പഠിച്ചു. 1 കൃഷി, 2 വ്യവസായം, 3-ൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഹരിത വിപ്ലവം തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഓക്കെ, അതും നമ്മൾ പഠിച്ചു. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി ഇന്ത്യയിൽ നിർദ്ദേശിച്ച കമ്മീഷൻ ഏതാണ്? കോത്താരി കമ്മീഷൻ. ഏതാണ്? കോത്താരി കമ്മീഷൻ ആണ് കേട്ടോ. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി ഇന്ത്യയിൽ നിർദ്ദേശിച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. എന്താണ്? കോത്താരി കമ്മീഷൻ. ഓക്കെ, എന്താണ്? 10+2+3 കോത്താരി കമ്മീഷൻ. ഓക്കെ, കോത്താരി കമ്മീഷൻ 10+2+3. ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്? 4-ാം പഞ്ചവത്സര പദ്ധതി. ആരാണ് നടത്തിയത്? ഇന്ദിരാഗാന്ധിയാണ് അല്ലേ? നമുക്കറിയാം. അപ്പൊ ഇന്ത്യയിൽ ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓക്കെ, ധവള വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ധവള വിപ്ലവം എന്താണ്? പാലുൽപാദനമാണ് കേട്ടോ. ധവള വിപ്ലവം പാലുൽപാദനം. ധവള വിപ്ലവം പാലുൽപാദനം മറക്കരുത്. ധവള വിപ്ലവം പാലുൽപാദനം അതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ്. എന്താണ്? ഓപ്പറേഷൻ ഫ്ലഡ്. നീല വിപ്ലവം എന്താണ്? അത് മത്സ്യോൽപാദനമാണ്. മത്സ്യകൃഷിയാണ് നീല വിപ്ലവം. മത്സ്യോൽപാദനം, നീല വിപ്ലവം. ഓക്കെ, അങ്ങനെ ഒരുപാട് നമുക്ക് പഠിക്കാല്ലേ? അപ്പൊ അത് പഠിക്കുക. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് വർഗീസ് കുര്യൻ ആണ് കേട്ടോ. ധവള വിപ്ലവം വർഗീസ് കുര്യൻ. ധവള വിപ്ലവം വർഗീസ് കുര്യൻ. ധവള വിപ്ലവം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓപ്പറേഷൻ ഫ്ലഡ്. ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഡോക്ടർ വർഗീസ് കുര്യൻ. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 5-ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യം എങ്ങനെ ഉണ്ടാവുക? 5 പൈസക്കുള്ള ഒരു വക ഇല്ലാത്തപ്പോഴാണ് ദാരിദ്ര്യം ഉണ്ടാവുക. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് പഠിക്കുക? 5-ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യം എപ്പോ ഉണ്ടാവും? 5 പൈസക്ക് ഒരു വക ഇല്ലാത്തപ്പോ ഉണ്ടാവും ദാരിദ്ര്യം. അപ്പൊ 5-ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 5-ാം പഞ്ചവത്സര പദ്ധതി. ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? 5-ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഓക്കെ, അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? നമ്മൾ എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കും? എങ്ങനെയാണ്? 5 പൈസയുടെ ഗതി ഇല്ലാത്തപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ദാരിദ്ര്യം ഉണ്ടാവുക. അത് 5-ാം പഞ്ചവത്സര പദ്ധതി. 5 എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തമായ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? 5-ാം പഞ്ചവത്സര പദ്ധതി. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ്? അത് 1-ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിന് ഊന്നൽ നൽകിയത് 2-ാം പഞ്ചവത്സര പദ്ധതി. 2-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അത് മഹലനോബിസ് മാതൃക. 3-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താന്ന് ചോദിച്ചാൽ അത് ഗാഡ്ഗിൽ മാതൃക. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ 3-ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം. പിന്നെ
ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ 4ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതി. 5 പൈസക്ക് ഗതിയില്ലാത്തപ്പോൾ നമുക്ക് ദാരിദ്ര്യം വരും. അപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം 5ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി. ഓക്കെ, പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. പഞ്ചവത്സര അല്ലേ, 5 അല്ലേ? അപ്പൊ 5ാം പഞ്ചവത്സര പദ്ധതി പൂർത്തിയായില്ല. പേര് പോലെ തന്നെ അത് പൂർത്തിയായില്ല. 5 വർഷം നീണ്ടു നിൽക്കുന്നതാണ് പഞ്ചവത്സര പദ്ധതി അല്ലെ. 5 വർഷമാണ് അതിന്റെ കാലാവധി. അപ്പൊ അത് പഞ്ചവത്സര പദ്ധതി 5 വർഷമാണ്. അതുകൊണ്ട് തന്നെ 5ാം പഞ്ചവത്സര പദ്ധതി പൂർത്തിയായില്ല. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. 5ാം പഞ്ചവത്സര പദ്ധതി 5 വർഷം പൂർത്തിയായില്ല. ഓക്കെ, അങ്ങനെ പഠിച്ചു നോക്കാലോ. ഇനി 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ച പദ്ധതിയാണ് റോളിംഗ് പ്ലാൻ. ഓക്കെ, 5ാം പഞ്ചവത്സര പദ്ധതി പൂർത്തിയായില്ല. 5ാം പഞ്ചവത്സര പദ്ധതി നിർത്തലാക്കിക്കൊണ്ട് ആരംഭിച്ചതാണ് റോളിംഗ് പ്ലാൻ. അതും കിട്ടിയല്ലോ. ഇന്ത്യക്ക് വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതി 7ാം പഞ്ചവത്സര പദ്ധതി. ജസ്റ്റ് അറിഞ്ഞു വെച്ചോ, 7ാം പഞ്ചവത്സര പദ്ധതി. വാർത്താവിനിമയ ഗതാഗത മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ സാധിച്ച പദ്ധതിയാണ് 7ാം പഞ്ചവത്സര പദ്ധതി. അത് ഗതാഗത മേഖല എന്നല്ലേ. റൊണാൾഡോക്ക് കുറെ കാറുള്ളത് ആലോചിച്ചാൽ മതി കേട്ടോ. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ പ്ലെയറിന്റെ നമ്പർ എത്രയാണ്? 7ആണ്. അദ്ദേഹത്തിന് ഒരുപാട് കാറുകളുണ്ട്, അറിയില്ലേ? അദ്ദേഹത്തിന് ഒരുപാട് പൈസ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് കാറുകളുണ്ട്. അപ്പൊ ഗതാഗത മേഖലയാണ്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് PV നരസിംഹറാവു ആണ്. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അത് PV നരസിംഹറാവു. റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ഇപ്പൊ ഏതൊക്കെ മോഡൽ നമ്മൾ പഠിച്ചു? 1ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഹരോഡ് ഡോമർ മോഡൽ. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മോഡൽ. 3ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ മോഡൽ. പിന്നെ 8ാം പഞ്ചവത്സര പദ്ധതിയാണ് റാവു മൻമോഹൻ മോഡൽ. മൻമോഹൻ മോഡൽ എന്ന് മാത്രം ചോദിച്ചാലും ഏതാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓക്കെ, മാറിപ്പോരുത്. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ് അറിയപ്പെടുന്നത്? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. കിട്ടുമല്ലോ. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? അല്ലെ, ഗ്രാമീണ വികസനം. അപ്പൊ ജനകീയമാണ് അല്ലെ, ജനകീയ പദ്ധതി എന്ന് അതുകൊണ്ടാണ് അറിയപ്പെടുന്നത്. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് വികസനമാണ്. അപ്പൊ ഗ്രാമീണ വികസനം ലക്ഷ്യമിട്ടത് കൊണ്ട് തന്നെ അതാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ കണക്ട് ചെയ്താൽ കിട്ടുമല്ലോ. അത് ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. കേരള മോഡൽ പഞ്ചവത്സര പദ്ധതി, കേരള മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. എന്താണ് അറിയപ്പെടുന്നത്? കേരള മോഡൽ എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 11ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതി. പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരിത വിപ്ലവം നടന്ന ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ 3ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ്. ഓക്കെ, വ്യവസായത്തിന് ഊന്നൽ നൽകിയത് ഏതാന്ന് ചോദിച്ചാൽ അത് 2ാം പഞ്ചവത്സര പദ്ധതി. കൃഷിക്ക് ഊന്നൽ നൽകിയത് ഏതാന്ന് ചോദിച്ചാൽ അത് 1ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതിയാന്ന് ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതി. 5 പൈസ അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വിജയകരമായ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 11ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ കേരള മോഡൽ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് 10ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, സമഗ്ര വികസനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും വിജയകരമായത് സമഗ്ര വികസനമാണ് ലക്ഷ്യമിട്ടത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വിജയകരമായ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാലും 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ വളർച്ച നിരക്ക് കൈവരിച്ച നിരക്ക് ഇന്ത്യ ഏറ്റവും കൂടുതൽ വളർച്ച നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ, അതുകൊണ്ടല്ലേ ഏറ്റവും വിജയകരമായത്. അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ തന്നെ അത് കിട്ടും. സമഗ്ര വികസനം 11ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ 10ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ എന്ത് പഠിച്ചു? ജനകീയ പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ഗാഡ്ഗിൽ മോഡൽ അല്ല, അതിനു മുമ്പ് റാവു മൻമോഹൻ മോഡലാണ് 8ാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ ഗാഡ്ഗിൽ മോഡൽ 3ാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മാതൃക 2ാം പഞ്ചവത്സര പദ്ധതി. 1ാമത്തെ ഹരോഡ് ഡോമർ മാതൃക. ഓക്കെ, ഇനി അതൊന്നും മാറിപ്പോരുത്. ഒന്നുകൂടി നമുക്ക് ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് വരാം. അപ്പൊ കിട്ടും. ഓക്കെ, ഇന്ത്യ ഏറ്റവും കൂടുതൽ വളർച്ച നിരക്ക് കൈവരിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതി.
ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 11ാം പഞ്ചവത്സര പദ്ധതി. വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്നു. ഏറ്റവും കൂടുതൽ വളർച്ച വിജയകരമായതും ഏതാണ്? 11ാം പഞ്ചവത്സര പദ്ധതിയാണ്. സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടത് ഏതാന്ന് ചോദിച്ചാൽ അത് 12. ഓക്കെ, സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടത് ഏതാന്ന് ചോദിച്ചാൽ അത് 12ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇത്രയല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കാം. ഒന്നും കൂടി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് മാത്രം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കാം. കൃഷിക്ക് ഊന്നൽ നൽകിയത് ചോദ്യം പ്രതീക്ഷിച്ചോ? കൃഷിക്കോ അല്ലെങ്കിൽ വ്യവസായത്തിനോ ഊന്നൽ നൽകിയത് ചോദ്യം വരും. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ 1ാം പഞ്ചവത്സര പദ്ധതി. വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ 2ാം പഞ്ചവത്സര പദ്ധതി. ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ 3ാം പഞ്ചവത്സര പദ്ധതി. ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ 4ാം പഞ്ചവത്സര പദ്ധതി. ഇനി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണെന്ന് ചോദിച്ചാൽ 5ാം പഞ്ചവത്സര പദ്ധതി. ഗരീബി ഹട്ടാവോ അല്ലെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതിന്റെ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ. 5ാം പഞ്ചവത്സര പദ്ധതി. പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാലും 5ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ 8ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതി. കേരള മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ 10ാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും വിജയകരമായത് ഏതാന്ന് ചോദിച്ചാൽ 11ാം പഞ്ചവത്സര പദ്ധതി. അതാണ് സമഗ്ര വികസനം. ഇനി സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടത് ഏതാന്ന് ചോദിച്ചാൽ അത് 12ാം പഞ്ചവത്സര പദ്ധതി. 10+2+3 എന്ന വിദ്യാഭ്യാസ രീതി നിർദ്ദേശിച്ചത് ആരാണ്? കോത്താരി കമ്മീഷനാണ്. അതും കൂടി ഒന്ന് അറിഞ്ഞു വെച്ചോ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആയതൊക്കെ പഠിച്ചേ. പിന്നെ നമ്മൾ മോഡലുകൾ പഠിച്ചു അല്ലെ. 1ാം പഞ്ചവത്സര പദ്ധതി എന്താണ് അറിയപ്പെടുന്നത്? ഹരോഡ് ഡോമർ മാതൃക. 2ാം പഞ്ചവത്സര പദ്ധതി മഹലനോബിസ് മാതൃക. 3ാം പഞ്ചവത്സര പദ്ധതി എന്താണ്? ഗാഡ്ഗിൽ മാതൃക. 5ാം പഞ്ചവത്സര പദ്ധതിയിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ആ മുദ്രാവാക്യം ആലോചിച്ച് വെക്കുക. ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് ഗരീബി ഹട്ടാവോ. ഇനി 8ാം പഞ്ചവത്സര പദ്ധതിയുടെ പേരാണ് റാവു മൻമോഹൻ മാതൃക. പിന്നെ ഏതാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതാന്ന് വെച്ചാൽ 9ാം പഞ്ചവത്സര പദ്ധതി. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതുവരെ പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഇമ്പോർട്ടന്റ് ആയതൊക്കെ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ. പെർഫെക്റ്റ് അല്ലേ? ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് കിട്ടും. ചിലപ്പോൾ ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ടി വരില്ല, എന്നാലും പിന്നെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നോക്കി. ഇനി നമുക്ക് കറണ്ട് അഫെയറിൽ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ആരോഗ്യക്ഷേമ പദ്ധതികൾ കറണ്ട് അഫെയറിനും ചോദ്യം വരും. ഓക്കെ, കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി ഇത് നമുക്ക് ക്വസ്റ്റ്യൻ രീതിയിൽ തന്നെ പഠിക്കാം. അതാവുമ്പോൾ നിങ്ങൾക്ക് ഓപ്ഷന് ഇതെങ്ങനെ കട്ട് ചെയ്തെടുക്കണം നമുക്ക് കിട്ടും. ഓക്കെ, കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. ഇനി നിങ്ങൾ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്തൊക്കെയാണ്? മിഠായി, കളിപ്പാവ, പുഞ്ചിരി, താലോലം. എന്ത് രോഗമാണ്? പ്രമേഹ രോഗം. പ്രമേഹം. ഓക്കെ, അപ്പൊ പ്രമേഹ രോഗം കൂടാൻ എന്ത് കാരണമാകും? ഷുഗർ. ഓക്കെ, എന്ത്? മിഠായി. മിഠായി എന്ന് ആലോചിച്ചാൽ പോരെ? അപ്പൊ കുട്ടികൾക്ക് മിഠായി ഭയങ്കര ഇഷ്ടമല്ലേ? കുട്ടികൾ എന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മിഠായി കിട്ടും. പിന്നെ രോഗം കണക്ട് നമുക്ക് എന്താണ്? പ്രമേഹം എന്താണ്? മിഠായി അധികം കഴിച്ചാൽ പ്രമേഹത്തിന് കാരണമാകും. അപ്പോ മിഠായി അത് കിട്ടിയേ. എന്താണ്? കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ്. കുട്ടികളല്ലേ, കുട്ടികൾക്ക് മിഠായി ഇഷ്ടല്ലേ? മിഠായി അധികം കഴിച്ചാൽ എന്തുണ്ടാവും? പ്രമേഹത്തിന് കാരണമാകും. അത്ര കണക്ട് ചെയ്ത് വെച്ചാൽ പോരെ? അപ്പൊ അത് ഏതാണ് നമ്മുടെ ഉത്തരം? മിഠായിയാണ് നമ്മുടെ ഉത്തരം. പ്രമേഹ രോഗം എന്ന് കണ്ടാൽ മാത്രമാണ് കേട്ടോ മിഠായി. പ്രമേഹം മിഠായിയാണ്. ഓക്കെ, ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി, കാതോരം, മുക്തി, സാന്ത്വനം. ഏതാണ്? കണ്ണട. കണ്ണട എന്തിനാണ്? കാഴ്ചക്കല്ലേ. കാഴ്ച എവിടെയാണ് ഉണ്ടാവുക? കാതോരം, കാതിലാണോ കാഴ്ച ഉണ്ടാവുക? അതുപോലെ തന്നെ മുക്തി അല്ല, എന്താണ് അവിടെ കണക്ട് ചെയ്യാൻ പറ്റിയ വാക്ക് ഏതാണ്? മിഴിയാണ് അല്ലെ. മിഴിയിലല്ലേ നമുക്ക് കാഴ്ച ഉണ്ടാവുക? മിഴി. അങ്ങനെ ആലോചിച്ചാൽ പോട്ടെ. അപ്പൊ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ കാഴ്ച വൈകല്യം മുട്ടിയ കുട്ടികൾക്ക്, കാഴ്ച വൈകല്യമാണ്. അപ്പൊ കാഴ്ച വൈകല്യം ഏത് ഭാഗത്തിനാണ്? മിഴിക്കാണ്, കണ്ണിനാണ് അല്ലെ. അപ്പൊ മിഴി എന്നുള്ള പേര് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാലോ. ഓക്കെ അല്ലേ? ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടൂട്ടോ. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി. എന്താണ്? ശ്രവണ വൈകല്യം. ശ്രവണം എന്താണ്? കേൾവി. കേൾവിക്ക് എന്താണ്? ആയുർദളം, ശ്രുതി തരംഗം, കാരുണ്യ കിരണം. ഏതാണ്? കേൾവിയുമായിട്ട് അവിടെ ബന്ധമുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് കണ്ടറിയാലോ. ഏതാണ്? ശ്രുതി. ശ്രുതി കേൾക്കണ്ടേ? ശ്രുതി കേൾക്കണം. അത്ര ആലോചിച്ചാൽ പോരെ? പാട്ടിന്റെ ശ്രുതി നമ്മൾ കേൾക്കണം എന്ന് ആലോചിച്ചാൽ തന്നെ ശ്രവണ വൈകല്യം നമുക്ക് കണക്ട് ആവും. ശ്രുതി, ശ്രവണം. ഓക്കെ, ശ്രുതി, ശ്രവണ വൈകല്യം. ഓക്കെ, ശ്രുതി. ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് ശ്രുതി കേൾക്കാൻ കഴിയില്ല. അപ്പൊ എന്താണ്? ശ്രുതി തരംഗം. അങ്ങനെ കണക്ട് ചെയ്തൂടെ? ഓപ്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടണേ. അതുമായിട്ടുള്ള കണക്ഷൻ ആലോചിച്ചാൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ.
അടുത്ത നോക്കാം, കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. ആശ്വാസ കിരണം, ആശാകിരണം, താലോലം കിരണം. എന്താണ്? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ. പ്രതിമാസം പെൻഷൻ കിട്ടിയാൽ തന്നെ നമുക്കത് എന്താണ്? അതൊരു ഭയങ്കര ആശ്വാസമാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ കിട്ടുമല്ലോ, ആശ്വാസ കിരണം. ഓക്കെ, ആശ്വാസ കിരണം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി ഏതാണ്? മിഠായി, സ്നേഹവീട്, ബാലമുകുളം, സാന്ത്വനം. ഏതാണ്? മിഠായി നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി. സ്കൂൾ തലമാണ്. സ്കൂളിലല്ലേ ബാലന്മാരുണ്ടാവുക? ബാലന്മാരെ എവിടെ ഉണ്ടാവുക? സ്കൂളിലാണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? ബാലമുകുളം. ഓക്കെ, അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. എന്താണ്? ബാലമുകുളം. ബാലമുകുളം. ഓക്കെ. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി ഏതാണ്? എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്നത് കിരണം, പരിരക്ഷ, വയോമധുരം, സ്നേഹ സാന്ത്വനം. ഏതാണ്? സ്നേഹ സാന്ത്വനമാണ്. കിടപ്പ് രോഗികളോട് പലർക്കും ഭയങ്കര സ്നേഹമൊന്നും ഉണ്ടാവില്ല അല്ലെ? കാരണം അവരെ പിന്നെ ശ്രദ്ധിക്കൊന്നുമില്ല. അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? സ്നേഹം എന്നുള്ളത് മാത്രം അയച്ചാൽ അവരെയും ശ്രദ്ധിക്കുന്നു. അപ്പൊ സ്നേഹ സാന്ത്വനം അത്ര അയച്ചാൽ മതി കേട്ടോ. ചെറിയ കണക്ഷൻ വെച്ചാൽ മതി. അത് നമുക്ക് കണ്ടാൽ കണക്ട് ചെയ്യാൻ പറ്റണം. ഓപ്ഷൻ കണ്ടാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി ഏതാണ്? സ്നേഹക്കൂട്, പരിയാത്ര, സാന്ത്വനം, മിഴി. മിഴി നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ബാക്കിയല്ലേ നമുക്ക് ഡൗട്ട് വരിക. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചു, അതിനുശേഷം കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതി. സുഖം പ്രാപിച്ച ശേഷമല്ലേ? അപ്പൊ എന്താണ്? സ്നേഹക്കൂട്. സുഖം പ്രാപിച്ച ശേഷമല്ലേ? അത്ര കാലം മെന്റൽ ഹോസ്പിറ്റലിലാണ്. ഓക്കെ, സുഖം പ്രാപിച്ച് വേറെ തന്റെ വീട്ടിലേക്ക് പോകണമെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതെന്താണ്? സ്നേഹക്കൂട്. തന്റെ സ്നേഹക്കൂട്ടിലേക്ക് പോവുകയാണ്. അത്ര ആലോചിച്ചാൽ പോരെ? അതുവരെ എവിടെ ഇരുന്നു? മെന്റൽ ഹോസ്പിറ്റലിൽ ഇരുന്നു. ഇനി അതൊക്കെ മാറി, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി എങ്ങോട്ട് പോവുകയാണ്? തന്റെ സ്നേഹക്കൂടിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ നടത്തിയത് നമുക്ക് അതും കിട്ടും. സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി ധ്വനി, റിബൺ, മിഠായി, ആയുർദളം. അത് ആയുർദളമാണ് കേട്ടോ. ഏതാണ്? ആയുർദളം. സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. അത് നമുക്ക് മിഠായി കളയാം. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് തന്നെ നമുക്ക് ഏകദേശം കിട്ടും കേട്ടോ. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം, ആയുർദളം, ശ്രുതി. ശ്രുതി നമ്മൾ പഠിച്ചു, മിഴി നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഏതാണ്? സുകൃതം. ഏതാണ്? സുകൃതം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. അതൊന്ന് പഠിച്ചു വെച്ചോട്ടോ, കാണാണ്ട് പഠിച്ചു വെച്ചോ. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ഏതാണ്? കേരള സർക്കാരിന്റെ സൗജന്യമായുള്ള ക്യാൻസർ ചികിത്സാ പദ്ധതിയാണ് സുകൃതം. ഏതാണ്? സുകൃതം. ഓക്കെ, അടുത്ത നോക്കാം. HIV ബാധിതരുടെ മക്കൾക്ക് തുടർ പഠനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹപൂർവ്വം. അവരോട് പിന്നെ ആർക്കും സ്നേഹം ഉണ്ടാവില്ല. HIV ബാധിതരുടെ മക്കളല്ലേ, അവരെ നമ്മൾ അകറ്റി നിർത്തും അല്ലെ? അകറ്റാതെ തന്നെ സ്നേഹപൂർവ്വം അടുപ്പിക്കണം. അപ്പൊ അതാണ് പദ്ധതിയുടെ പേര്, സ്നേഹപൂർവ്വം. HIV ബാധിതരുടെ മക്കളെ നമ്മൾ അകറ്റി നിർത്തരുത്. സ്കൂളിലൊന്നും കയറ്റാതെ അങ്ങനെ ഒന്നും പറ്റില്ല. അപ്പൊ എന്താണ്? അവർക്ക് തുടർ പഠനം ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള പദ്ധതി എന്താണ്? സ്നേഹപൂർവ്വം. ഓക്കെ, സ്നേഹപൂർവ്വം. 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSC ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ആരോഗ്യക്ഷേമ പദ്ധതിയാണ്. ഏത്? താലോലം. അപ്പൊ അതെന്താണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. ഈ 18 വയസ്സിൽ മുകളിൽ പോയ കുട്ടികളൊന്നും ആരും താലോലിക്കൂല. 18 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ താലോലിച്ചു എന്ന് വരും. അപ്പൊ 18 വയസ്സിൽ താഴെയല്ലേ നമുക്ക് താലോലം ലഭിക്കുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ തന്നെ നമുക്ക് താലോലം എന്ന് കിട്ടും. നമ്മൾ താലോലിക്കുന്നത് എത്ര വയസ്സിന് താഴെയുള്ളപ്പോഴാണ്? 18 വയസ്സിന് താഴെയുള്ളപ്പോഴാണ്. അങ്ങനെ നടത്തി വെച്ചാൽ ചെറിയ കണക്ഷൻ മതി. നിങ്ങൾ കാര്യമായിട്ട് കാണാതെ പഠിച്ചാൽ നമ്മൾ മറന്നുപോകും. അപ്പൊ ചെറിയ എന്തെങ്കിലും കണക്ഷൻ വെച്ച് പഠിച്ചാൽ നമുക്ക് അവിടുന്ന് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് ഓർമ്മ കിട്ടും. ഓക്കെ, കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം അത് നമ്മൾ പഠിച്ചു. ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ് നമ്മൾ പഠിച്ചു. അതേതാണ്? സുകൃതം. പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ് കേട്ടോ. ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മമ്മൂട്ടിയാണ്. ആരാണ്? മമ്മൂട്ടിയാണ് കേട്ടോ. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതി ഏതാണ്? വയോമധുരം. പ്രമേഹം, മധുരം അത്രമാത്രം അതിൽ കണക്ട് ചെയ്താൽ മതി. കുട്ടികളാണെങ്കിൽ മിഠായി, അല്ലെങ്കിൽ വയോധികരല്ലേ, അപ്പൊ അവർക്ക് വയോമധുരം അത്രമാത്രം നമുക്ക് കണക്ട് ചെയ്താൽ പോരെ. കുട്ടികൾക്ക് എന്താണ്? മിഠായിയാണ്. വയോധികർക്ക് വയോമധുരം. ഓക്കെ, പ്രമേഹ രോഗമാണ്. അങ്ങനെ നടത്തിയത് അതും കിട്ടും. പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള കേരള സർക്കാർ പദ്ധതി ആരോഗ്യ ജാഗ്രത.
പകർച്ചവ്യാധി തടയാൻ എന്ത് വേണം? ജാഗ്രത വേണം. എന്താണ്? പകർച്ചവ്യാധിയാണ്. അപ്പൊ എല്ലാവരും എന്ത് പാലിക്കണം? ജാഗ്രത പാലിക്കണം. കൂട്ടത്തിലേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പാലിക്കണം? ജാഗ്രത പാലിക്കണം. അത്രയല്ലേ ഉള്ളൂ. ആരോഗ്യ ജാഗ്രത. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന് മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. അത് നമുക്കറിയാം. LGBTQ ആ സാധനത്തിന്റെ ചിഹ്നം കണ്ടിട്ടില്ലേ? മഴവില്ല് പോലെയാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ച് അതും കിട്ടുമല്ലോ. അപ്പൊ ഭിന്നലിംഗക്കാരെ സമൂഹത്തിന് മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. ഓക്കെ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി കേരള ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് തൂവാല വിപ്ലവം. ഏതാണ്? തൂവാല വിപ്ലവമാണ്. ഏതാണ്? തൂവാല വിപ്ലവം. അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ പകരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? തൂവാല കൊണ്ട് മുഖം മറയ്ക്കും. അങ്ങനെ കെട്ടിവെച്ചാൽ പോരെ? തൂവാല കൊണ്ട് മുഖം മറച്ചാൽ പോരെ? അപ്പൊ അങ്ങനെ ആലോചിച്ച് നമുക്ക് എന്ത് കിട്ടും? തൂവാല വിപ്ലവം. ചെറിയ കണക്ഷൻ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞു കാണാതെ പഠിച്ച സമയം കളയരുത്. പക്ഷെ ചിലത് കാണാതെ പഠിക്കണം. ഏതാണ്? ക്യാൻസർ ചികിത്സ സുഹൃതം പദ്ധതിയാണ് കേട്ടോ. അപ്പൊ അതും കിട്ടുമല്ലോ. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ഏതാണ്? റീച്ച്, പുനർജനി, ബ്രേക്ക് ദി ചെയിൻ, മുക്തി. ഏതാണ്? ബ്രേക്ക് ദി ചെയിൻ. ഒപ്പം നിൽക്കുമ്പോഴാണ് അത് പകർന്ന് പോകുക. അപ്പൊ എന്താണ്? ബ്രേക്ക് ദി ചെയിൻ. ഒപ്പം നിൽക്കണ ആ ചെയിൻ അങ്ങോട്ട് മാറ്റുക. ചെയിൻ ബ്രേക്ക് ദി ചെയിൻ. അത്ര ആലോചിച്ചാൽ പോരെ? അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ അതും കിട്ടും. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ ആണ് ബ്രേക്ക് ദ ചെയിൻ. ഓക്കെ. അപ്പൊ അതും കിട്ടിയല്ലോ. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കാരുണ്യ, താലോലം, ആർദ്രം, കിരണം. ഏതാണ്? ആർദ്രം പദ്ധതിയാണ് കേട്ടോ. എന്താ ചോദ്യം? സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം പദ്ധതി. മറക്കില്ലല്ലോ. ആർദ്രം പദ്ധതി. ഏതാണ്? ആർദ്രം പദ്ധതി. പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാണ്? മാതൃയാനം, നീർമിഴി, സാന്ത്വനം, ആയുർദളം. ഓക്കെ. ഇതിൽ ബാക്കിയൊക്കെ നമ്മൾ പഠിച്ചതല്ലേ? മിഴിയല്ല, അത് നമുക്ക് ഏകദേശം ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് കിട്ടും. കാരണം അതുമായിട്ട് കണക്ട് ചെയ്ത പേരുകൾ മാത്രമേ കൊടുക്കുള്ളൂ. ഇതിൽ ഏതാണ്? മാതൃയാനം അല്ലേ വരിക? ഏതാണ്? മാതൃയാനം. യാനം പറഞ്ഞത് യാത്ര. മാതൃയാനം. ഓക്കെ. മാതൃയാനം. ക്യാൻസർ, ഹൃദയരോഗം, കരൾ രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഭാഗ്യക്കുറി എന്താണ്? കാരുണ്യ ഭാഗ്യക്കുറിയാണ്. അതെന്താണ്? അതൊരു കാരുണ്യമാണ് അല്ലേ? അപ്പോ കാരുണ്യ ഭാഗ്യക്കുറി. ഏതാണ്? കാരുണ്യ ഭാഗ്യക്കുറി. പേരിൽ തന്നെ ഉണ്ടല്ലോ കാരുണ്യ ഭാഗ്യക്കുറി. ഇനി വേറെ ഏത് ഭാഗ്യക്കുറി കണ്ടാലും എന്താണ്? അതിനൊരു കാരുണ്യം വേണ്ടേ? അപ്പോ കാരുണ്യ ഭാഗ്യക്കുറി. അത്ര ആലോചിച്ചാൽ പോരെ? നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? നവജാത ശിശുക്കൾക്ക് വേഗത്തിൽ മികച്ച ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? അമ്മത്തൊട്ടിൽ, നിയോക്രാഡിൽ, സാന്ത്വനം, മാതൃയാനം. മാതൃയാനം നമ്മൾ പഠിച്ചു. പിന്നെ ഏതാണ്? അമ്മത്തൊട്ടിൽ വരുമോ? നമുക്ക് എങ്ങനെ പഠിക്കാം? നവജാത ശിശുവാണ്. അപ്പൊ അതെന്താണ്? അതൊരു ന്യൂ ആളാണ്. ന്യൂ ബോൺ ബേബി അല്ലേ? ന്യൂ ബോൺ ബേബി പുതിയ ആളാണ്. ന്യൂ. അപ്പോ ന്യൂ എന്നുള്ളതിനെ നിയോ അങ്ങനെ പഠിച്ചു വെച്ചാൽ കേട്ടോ. ന്യൂ എന്നുള്ളതിനെ നിയോ. നവജാത ശിശുവാണ്, പുതിയ ആളാണ്. അപ്പൊ നിയോ, ന്യൂ, ന്യൂ, നിയോ, നിയോ ക്രാഡിൽ. അങ്ങനെയാണ് നമ്മുടെ ഉത്തരം വരുന്നത്. അപ്പൊ അതും കിട്ടിയല്ലോ. ഇനി നമുക്ക് എല്ലാം ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് തരാം. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഉത്തരം നിങ്ങൾ പറയണം. ഓക്കെ. ഞാൻ അതുമായിട്ടുള്ള ഒരു കണക്ഷൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കും. അപ്പൊ ഉത്തരം നിങ്ങൾ പറയണേ. എവിടെ 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 തുടക്കം? ആരോഗ്യക്ഷേമ പദ്ധതികൾ. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആവിഷ്കരിച്ച പദ്ധതി. കുട്ടികളിലല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? കുട്ടികൾക്ക് എന്താണ് ഭയങ്കര ഇഷ്ടം? അങ്ങനെ കണക്ട് ചെയ്ത് എന്ത് കിട്ടും? പിന്നെ രോഗം എന്താണ്? നമ്മൾ ഇവിടെ കണ്ടല്ലോ. ഏതാണ്? പ്രമേഹ രോഗമാണ്. അപ്പൊ ഉത്തരം ഏതാണ്? നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഉത്തരം ഏതാണ്? മിഠായിയാണ് കേട്ടോ. അപ്പൊ അടുത്തത് നോക്കാം. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ കാഴ്ച വൈകല്യമാണ്. കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതി. കാഴ്ച അല്ലേ? കാഴ്ച എവിടെയാണ്? മിഴിയിലാണ് അല്ലേ? അപ്പൊ മിഴിയാണ് നമ്മുടെ ഉത്തരം. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? പിന്നെ അടുത്ത നോക്കാം. ശ്രവണ വൈകല്യമുള്ള 5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ പൂർണ്ണമായും കേൾവി ലഭ്യമാക്കുന്ന ചികിത്സാ പദ്ധതി എവിടെയാണ്? ശ്രവണ വൈകല്യമല്ലേ? ശ്രവണം കേൾക്കണ്ടേ? അപ്പൊ എന്താണ് ഇതിൽ കേൾക്കാനുള്ള സാധനം? ശ്രുതി കേൾക്കണ്ടേ? അപ്പൊ ശ്രുതി തരംഗമാണ് നമ്മുടെ ഉത്തരം. പിന്നെ അടുത്തത് ഏതാണ്? കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസ പെൻഷൻ. അപ്പൊ തന്നെ എന്താണ്? പെൻഷൻ കിട്ടുന്നത് എന്താണ്? പെൻഷൻ കിട്ടുന്നത് വളരെയധികം ആശ്വാസമാണ്. അപ്പൊ ആശ്വാസ കിരണം. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതി. സ്കൂൾ തലമല്ലേ? അപ്പൊ അവിടെ സ്കൂളിലല്ലേ ബാലന്മാരുണ്ടാവുക? അപ്പൊ ബാല മുകുളം. എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം. ഓക്കെ. സ്നേഹ സാന്ത്വനം അതും കിട്ടുമല്ലോ. പിന്നെ ഏതാണ്? മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സുഖം പ്രാപിച്ചവർക്ക്. പിന്നെ എന്താണ്? സുഖം പ്രാപിച്ചു, മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടയച്ചു. പിന്നെ എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് ആലോചിച്ച് നമുക്ക് കിട്ടൂലേ? നമ്മുടെ സ്നേഹക്കൂടിലേക്കാണ് അല്ലേ? നമ്മുടെ സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ സ്നേഹക്കൂട് അങ്ങനെ കിട്ടുമല്ലോ.
സംസ്ഥാന സർക്കാരിന്റെ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടിയാണ് ആയുർദളം. അത് നമ്മൾ പഠിച്ചു. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി ഏതാണ്? സുകൃതം പദ്ധതിയാണ്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയാണ് കേട്ടോ. HIV ബാധിതരുടെ മക്കൾക്ക് തുടർ പഠനം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹപൂർവ്വം. അവരോട് സ്നേഹപൂർവ്വം പെരുമാറുക. അപ്പൊ അവരെ സ്നേഹപൂർവ്വം അടുപ്പിച്ച് തന്നെ നിർത്തുക. ഓക്കെ. 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം അടുപ്പിച്ച് തന്നെ നിർത്തുക. നിങ്ങൾ ആലോചിച്ചാൽ മതി. അങ്ങനെയാണ് അതിൽ കണക്ഷൻ വരുന്നത്. സ്നേഹപൂർവ്വം അവരെ പരിചരിക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതി. എത്ര വയസ്സിൽ താഴെയുള്ളവരാണ് നമ്മൾ എന്തോ ചെയ്യുക? താലോലിക്കണമെങ്കിൽ എത്ര വയസ്സിൽ താഴെയുള്ളവർ? 18 വയസ്സ് കഴിഞ്ഞാൽ താലോലിക്കുക, അല്ലാതെ ചീരടിച്ച് പോയിക്കുക കാര്യമില്ലേ? അപ്പൊ 18 വയസ്സിൽ താഴെയുള്ളവരല്ലേ നമ്മൾ താലോലിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു റഫല്ലേ? റഫാണെന്നല്ല, അവരോട് നമുക്ക് സ്നേഹമുണ്ട്. അവരെ പോയി താലോലിക്കാൻ പോകുമോ? അവർ അത്ര വലിയ പോത്തിനൊന്നും ആരും കൊഞ്ചിക്കാൻ പോകില്ല. അപ്പൊ എന്താണ്? 18 വയസ്സിൽ താഴെയാണ് കുട്ടികൾ. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് നമ്മൾ താലോലിക്കുക. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ പോരെ? 18 വയസ്സിൽ മുകളിൽ പിന്നെ കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞു. 18 വയസ്സിൽ താഴെയാണെന്ന് ആലോചിക്കാൻ എങ്ങനെയോ നിങ്ങൾ കണക്ഷൻ ആലോചിച്ചോ. ഓക്കെ. 18 വയസ്സിൽ മേലെ പോത്താണെന്നോ നിങ്ങൾ എന്ത് അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. അത് എങ്ങനെ കണക്ഷൻ വെക്കണം നിങ്ങൾ തീരുമാനിച്ചോ. 18 വയസ്സിൽ മേലെ അവിടെ നിൽക്കട്ടെ, 18 വയസ്സിൽ താഴെ നമ്മൾ കൊഞ്ചിക്കുള്ളൂ. ഓക്കെ. 18 വയസ്സിൽ താഴെ എപ്പോഴൊന്നും കൊഞ്ചിക്കൂല, എന്നാലും 18 വയസ്സിൽ താഴെയുള്ളവരെയാണെന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും? താലോലം. താലോലിക്കല്ലേ? അപ്പൊ താലോലം. കേരള സർക്കാരിന്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയായ സുകൃതം പദ്ധതിയുടെ ആരാണ്? മമ്മൂട്ടിയാണ്. ഓക്കെ. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ. പ്രമേഹ രോഗമാണ്. പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോസ് മീറ്റർ നൽകുന്ന പദ്ധതി ഏതാണ്? പ്രമേഹ രോഗമാണ്. മധുരമാണ്. മധുരം കഴിച്ച എന്താണ്? പ്രമേഹം. പകർച്ചവ്യാധി തടയുന്നതിന് നിയന്ത്രിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ജാഗ്രതമാണല്ലേ? പകർച്ചവ്യാധിയാണ്. അപ്പൊ ആരോഗ്യ ജാഗ്രത. ഭിന്നലിംഗക്കാരെ സമൂഹത്തിന് മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് സാമൂഹിക വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നമ്മൾ പറഞ്ഞു ഏതാണ്? മഴവില്ലാണ്. നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടല്ലോ. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി, വായുവിലൂടെ പകരുന്നത് തടയാൻ നമ്മൾ എന്ത് ചെയ്യും? എന്തോ കൊണ്ട് മുഖം മറയ്ക്കും. അപ്പൊ ഏതാണ് നമ്മുടെ ഉത്തരം? തൂവാല വിപ്ലവമാണ് നമ്മുടെ ഉത്തരം. കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനായി ആരോഗ്യ വകുപ്പ് നടത്തിയ ക്യാമ്പയിൻ ഏതാണ്? ബ്രേക്ക് ദ ചെയിൻ ആണ് അല്ലേ? ഒട്ടി നിന്ന് എന്താണ്? പകർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ബ്രേക്ക് ദ ചെയിൻ, വിട്ട് പോവാ. ഓക്കെ. ബ്രേക്ക് ദ ചെയിൻ. സർക്കാർ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ അതേതാണ്? അത് ആർദ്രം പദ്ധതിയാണ് കേട്ടോ. പ്രസവാനന്തരം അമ്മയും കുഞ്ഞിനും സൗജന്യ യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് മാതൃയാനം. അവിടെ പേരിൽ തന്നെ ഉണ്ടല്ലോ, മാതൃയാനം. ക്യാൻസർ, ഹൃദയരോഗം, കരൾ രോഗം, വൃക്കാരോഗം, ഹീമോഫീലിയ എന്നീ രോഗങ്ങൾ ബാധിച്ച സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ഭാഗ്യക്കുറി ഏതാണ്? അതിനെന്ത് വേണം? കാരുണ്യമാണ് അല്ലേ? അപ്പൊ കാരുണ്യ ഭാഗ്യക്കുറി. നവജാത ശിശുക്കൾ നമ്മൾ എന്ത് പറഞ്ഞു? ന്യൂ ബോൺ ബേബിയാണ്. അപ്പൊ നിയോ ക്രാഡിൽ. ഓക്കെ. പിന്നെ നമ്മൾ ഏതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്? പഞ്ചവത്സര പദ്ധതി നമ്മൾ ഇന്ന് പഠിച്ചതാണ്. പഞ്ചവത്സര പദ്ധതി മറക്കൂലല്ലോ, ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ 1-ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് എന്തിനാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി കൃഷി, 2-ാം പഞ്ചവത്സര പദ്ധതി വ്യവസായം, 3-ാം പഞ്ചവത്സര പദ്ധതി ആ സമയത്താണ് ഹരിത വിപ്ലവം നടന്നത്. അതാണ് അവിടുന്ന് നമ്മൾ പ്രധാനമായിട്ടുള്ളത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത്. ആവശ്യമില്ലാതെ കുത്തിക്കയറ്റലില്ല. പ്രധാനമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതാണ്? 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം. ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചതെന്ന് ചോദിക്കൂലേ? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് നമുക്കറിയാലോ, നോർമൻ ബോർലോങ് ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാന്ന് വെച്ചാൽ MS സ്വാമിനാഥൻ ആണ് അല്ലേ? ആരാണ്? MS സ്വാമിനാഥൻ. അപ്പൊ അതും കിട്ടുമല്ലോ. അവിടുത്തെ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അല്ലേ? പിന്നെ നമ്മൾ ഏത് പഠിച്ചു? 4-ാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് 1-ാം ബാങ്ക് ദേശസാൽക്കരണം അല്ലെ? 1-ാം ബാങ്ക് ദേശസാൽക്കരണം. 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5 പൈസയിൽ കുറവുള്ളവർക്കാണ് ദാരിദ്ര്യം. അപ്പോ 5-ാം പഞ്ചവത്സര പദ്ധതി. പൂർത്തിയാവാത്ത ഏക പഞ്ചവത്സര പദ്ധതി ഏതാന്ന് ചോദിച്ചാലും 5-ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? ഇമ്പോർട്ടന്റ് ആയത് മാതൃകകൾ പഠിച്ചു അല്ലെ? 1-ാം പഞ്ചവത്സര ഇല്ല, അതിനു മുമ്പ് നമുക്ക് ഇനിയും പഠിക്കാണ്ട് 9-ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി. 10-ാം പഞ്ചവത്സര പദ്ധതി കേരള മോഡൽ. പിന്നെ 11-ാം പഞ്ചവത്സര പദ്ധതി സമഗ്ര വികസനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച പദ്ധതി ഏതാന്ന് ചോദിച്ചാലും 11-ാം പഞ്ചവത്സര. ഇനി സുസ്ഥിര വികസനം ഏതാന്ന് ചോദിച്ചാൽ അത് 12-ാം പഞ്ചവത്സര പദ്ധതി. ഇനി മോഡലുകൾ നോക്കാം. ഏതാണ്? ഗാഡ്ഗിൽ മോഡൽ, അത് 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മോഡലോ അത് 2-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓർഡറിൽ തന്നെ പഠിക്കണ്ട, നമ്മൾ അവിടുന്ന് ചോദിച്ചാലും നമുക്ക് കിട്ടണം. അപ്പൊ 3-ാം പഞ്ചവത്സര പദ്ധതി ഏതാന്ന് വെച്ചാൽ ഗാഡ്ഗിൽ മോഡൽ. 2-ാം പഞ്ചവത്സര പദ്ധതി ഏതാന്ന് വെച്ചാൽ അത് മഹലനോബിസ് മാതൃക. 1-ാം പഞ്ചവത്സര പദ്ധതി ഏതാന്ന് വെച്ചാൽ ഹരോൾഡ് ഡോമർ മാതൃക. ഗരീബി ഹട്ടാവോ ഏത് മുദ്രാവാക്യം അല്ലെ? ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? അത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 5-ാം പഞ്ചവത്സര പദ്ധതിയാണ്. പിന്നെ എന്താണ്? കേരള മോഡൽ ഏതാന്ന് ചോദിച്ചാൽ അത് 10-ാം പഞ്ചവത്സര പദ്ധതി. പിന്നെ നമ്മൾ ഏത് പഠിച്ചു? പിന്നെ നമ്മൾ ഏതാണ് പഠിച്ചത്? മറ്റേ റാവു മൻമോഹൻ മോഡൽ അല്ലെ? റാവു മൻമോഹൻ മോഡൽ ഏതാന്ന് ചോദിച്ചാൽ അത് 8-ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ അത് 9-ാം പഞ്ചവത്സര പദ്ധതി. എല്ലാ ഭാഗങ്ങളും കിട്ടുന്നുണ്ടല്ലോ. പൂർത്തിയാവാത്തത് ഏതാണ്? അത് 5-ാം പഞ്ചവത്സര
പദ്ധതിയാണ് കേട്ടോ. ഏതാണ്? 5ാം പഞ്ചവത്സര പദ്ധതി. നീതി ആയോഗ് നിലവിൽ വന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ 2015 ജനുവരി 1-നാണ്. ആദ്യ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് നരേന്ദ്ര മോദിയാണ് കേട്ടോ. ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ്. ഓക്കെ, അതും കിട്ടുമല്ലോ. എല്ലാ ഭാഗവും ക്ലിയർ അല്ലേ? അപ്പൊ മറക്കാതെ പഠിക്കുക. നീതി ആയോഗ് പഠിക്കണം. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് നമ്മൾ പഠിക്കണം. 1950 മാർച്ച് 15-നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്. അതും അറിയണോ? അതിനു മുമ്പ് ആസൂത്രണ കമ്മിറ്റി എപ്പോഴാന്ന് ചോദിച്ചാൽ 1938-ലാണ്. ഇനി ആസൂത്രണ കമ്മീഷനിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും 1ാം പഞ്ചവത്സര പദ്ധതിയിലെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാലും രണ്ടും ആരാണ്? അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ഓക്കെ, കണക്ട് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ടല്ലോ. ഓരോ ഭാഗം ക്ലിയർ ആയി പോകുന്നുണ്ടല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഓരോ ഭാഗവും പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പോവുക. ഒരു ഭാഗത്തു നിന്നും ഡൗട്ട് വരരുത്. പഠിച്ച് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുക. ഓരോ ഭാഗവും പഠിച്ച ശേഷം റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ കുറച്ച് സമയം കണ്ടെത്തുക. കേട്ടിട്ടാണെങ്കിൽ കേട്ടിട്ട് പഠിക്കുക. മനസ്സ് തന്നെ റിവൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞു മനസ്സിന് ഇടക്കിടക്ക് വർക്കൗട്ട് കൊടുക്കുക. മനസ്സ് വർക്കൗട്ട് ചെയ്യട്ടെ. അവിടെ നമ്മൾ എന്ത് പണിയിലോ ഇരുന്നോട്ടെ, എന്ത് പണി വേണമെങ്കിലും ചെയ്തിട്ട് ഇരുന്നോട്ടെ, അതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിനെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുക. മനസ്സുകൊണ്ട് എല്ലാം ആലോചിച്ച് നോക്കുക. എല്ലാം റിവൈസ് ചെയ്ത് കിട്ടുന്നുണ്ടോ നോക്കുക. കിട്ടാത്ത ഭാഗങ്ങളാണെങ്കിൽ അത് ഒന്നും കൂടി എടുത്ത് പഠിക്കാൻ നോക്കുക. ഒന്നിലും കുറവ് വരുത്തരുത്, റിവിഷൻ കുറയ്ക്കരുത്. പിന്നെ ദിവസം മാത്സിനായിട്ട് സമയം കണ്ടെത്തുക. കറണ്ട് അഫയറിനായി സമയം കളയാതിരിക്കുക. ആവശ്യമുള്ള കറണ്ട് അഫയേഴ്സ് ഞാൻ തരും. ഇമ്പോർട്ടന്റ് ആയത് നിങ്ങൾ പഠിക്കും. കറണ്ട് അഫയേഴ്സ് വെറുതെ പഠിച്ച് സമയം കളയാതിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ പഠിച്ചോ, അതിന് കുഴപ്പമില്ല. പക്ഷേ വെറുതെ സമയം കളയുന്ന ഈ പരിപാടി നിർത്തുക. കറണ്ട് അഫയേഴ്സിന് വെറുതെ സമയം കളയരുത്. മാത്സ് എല്ലാ ദിവസവും 10-20 മിനിറ്റ് മാത്സ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരും. അത് നമ്മുടെ ഹോട്ട് ടോപ്പിക്സിന്റെ ക്ലാസ് ഒക്കെ തീർന്ന ശേഷം ഞാൻ ഗ്രൂപ്പിൽ അതിനെപ്പറ്റി മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ പറയും. ഗ്രൂപ്പിൽ അങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്ന് ജോയിൻ ചെയ്യാൻ, ആക്റ്റീവായിട്ട് ഇരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ആക്റ്റീവായിരിക്കാൻ താല്പര്യമുള്ളവർ മാത്രം, പറയുന്ന കാര്യങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർ മാത്രം കയറുക. വെറുതെ കയറുന്നിട്ട് ഒരു കാര്യമില്ല, ഒരു യൂസും ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള യൂസ് ലഭിക്കും, അതിനുള്ള മാർക്കും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർ മാത്രം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അത്രയേറെ വിലയുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്